നമ്മൾ ഇന്ന് ഒരു കപ്പൽ യാത്രയ്ക്ക് പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിധിയടങ്ങിയ കപ്പൽ. യാത്ര തുടങ്ങുന്നതിന് മുൻപേ ഒരു കാര്യം, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? കൂടാതെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അല്ലാഞ്ഞാൽ നാളെ ഉറങ്ങാൻ നേരം അനേകം ചാനലുകളിൽ നിന്നും ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. 1622 വേനൽക്കാലം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയായിരുന്നു. കരീബിയൻ കടലിലെ സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ കിരീടത്തിലെ രത്നമായ ഹവാന തുറമുഖം അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വന്നെത്തിയ കപ്പലുകളും പലതരം ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരും വിചിത്രമായ ചരക്കുകളുടെ ഗന്ധവുമെല്ലാം ചേർന്ന് ആ തീരത്തിന് ഒരു ഉത്സവത്തിന്റെ പ്രതീതി നൽകി. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് മീതെ ആകാംക്ഷയുടെയും അക്ഷമയുടെയും ഒരു നേർത്ത പുകമറയുണ്ടായിരുന്നു. കാരണം സ്പെയിനിലേക്ക് തിരിച്ചു പോകാനുള്ള ടിയറ ഫിർമേ കപ്പൽ വ്യൂഹം യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഈ കപ്പൽ കൂട്ടത്തിന്റെ ഹൃദയവും ആത്മാവും നുഎസ്ട്രാ സെനിയോറ ഡെ അട്ടോച്ച എന്ന ഗാലിയൻ പടക്കപ്പലായിരുന്നു. അട്ടോച്ച വെറുമൊരു കപ്പലായിരുന്നില്ല, അത് സ്പാനിഷ് നാവിക എഞ്ചിനീയറിംഗിന്റെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും മകുടോദാഹരണമായിരുന്നു. ക്യൂബയിലെ കപ്പൽ നിർമ്മാണശാലയിൽ കരീബിയൻ കാടുകളിലെ ഏറ്റവും ഉറപ്പുള്ള മഹാഗണിയും ഓക്കും ഉപയോഗിച്ചാണ് അതിന്റെ ചട്ടക്കൂട് നിർമ്മിച്ചത്. 550 ടണ്ണിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ആ ഭീമാകാരൻ കടലിലെ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ കേൾപ്പുള്ളവനായിരുന്നു. അതിന്റെ 3 പയമരങ്ങൾ ആകാശത്തേക്ക് തലയുയർത്തി നിന്നു. അവയിൽ വിടർത്തുന്ന ഭീമൻ പായകൾക്ക് കാറ്റിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നാവികർ വിശ്വസിച്ചു. 20ഓളം പിച്ചള പീരങ്കികൾ അതിന്റെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചിരുന്നു. അവയുടെ തിളങ്ങുന്ന മുഖങ്ങൾ ശത്രുക്കൾക്കൊരു താക്കീതെന്നോണം കടലിലേക്ക് തുറിച്ചു നോക്കി. അറ്റോച്ചയുടെ കപ്പിത്താൻ ബാർത്തലോമേ ഗാർസിയ ഡിനോഡൽ സ്പാനിഷ് നാവികരിൽ ഏറെ പ്രശസ്തനും അനുഭവസമ്പന്നനുമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഓരോ ഭാഗവും അദ്ദേഹത്തിന് മനപാഠമായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ വിദഗ്ധരായ നാവികരും ധീരരായ സൈനികരും കപ്പൽ ജോലിക്കാരും ഉൾപ്പെടെ 100-ലധികം പേർ ആ കപ്പലിന്റെ ജീവൻ നാഡിയായി പ്രവർത്തിച്ചു. പക്ഷേ ഇത്തവണത്തെ ഒരുക്കങ്ങൾ പതിവിലും ദൈർഘ്യമേറിയതായിരുന്നു. യാത്രയുടെ പ്രധാന ലക്ഷ്യം പുതിയ ലോകത്തുനിന്നും അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ ശേഖരിച്ച അളവറ്റ സമ്പത്ത് സുരക്ഷിതമായി സ്പെയിനിലെ സെവിൽ തുറമുഖത്തെത്തിക്കുക എന്നതായിരുന്നു. പെറുവിലെ പൊട്ടോസി ഖനികളിൽ നിന്നും കുഴിച്ചെടുത്ത ആയിരക്കണക്കിന് വെള്ളിക്കട്ടികൾ, കൊളംബിയൻ കാടുകളിൽ നിന്നും ലഭിച്ച സ്വർണ്ണക്കട്ടികൾ, ലക്ഷക്കണക്കിന് വെള്ളി നാണയങ്ങൾ എന്നിവയെല്ലാം കപ്പലിലേക്ക് മാറ്റുന്ന പ്രക്രിയ ആഴ്ചകളോളം നീണ്ടു. ഓരോ വെള്ളിക്കെട്ടിയും തൂക്കി നോക്കി അതിന്റെ പരിശുദ്ധി അളന്ന് സ്പാനിഷ് രാജാവിന്റെ മുദ്ര പതിപ്പിച്ച ശേഷമാണ് കപ്പലിലെ ഭദ്രമായ അറകളിലേക്ക് മാറ്റിയത്. ഈ ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് കപ്പലിലെ മാസ്ത്രേ ഡി പ്ലാറ്റ, മാസ്റ്റർ ഓഫ് സിൽവർ ആയിരുന്നു. ഓരോ തരി വെള്ളിക്കും അദ്ദേഹം രാജാവിനോട് കണക്ക് ബോധിപ്പിക്കണമായിരുന്നു. തുറമുഖത്ത് ഈ തിരക്കുകൾ നടക്കുമ്പോൾ ഹവാനയിലെ തെരുവുകളിലും ജീവിതം അതിന്റെ വേഗതയിലായിരുന്നു. യാത്രക്കാർ അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു. സ്പെയിനിലേക്ക് മടങ്ങുന്ന പ്രഭു കുടുംബങ്ങൾ തങ്ങളുടെ യാത്ര സുഖകരമാക്കുവാനുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടി. വ്യാപാരികൾ തങ്ങൾ ശേഖരിച്ച പുകയിലയും മറ്റു സുഗന്ധദ്രവ്യങ്ങളും അവസാനമായി ഒന്നുകൂടി പരിശോധിച്ച് പെട്ടികളിലാക്കി. ദൂരെ നിന്നും വന്ന പുരോഹിതന്മാർ തങ്ങളുടെ മതഗ്രന്ഥങ്ങളും വിശുദ്ധ വസ്തുക്കളും ഭദ്രമായി സൂക്ഷിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഒരു തരം തിടുക്കമുണ്ടായിരുന്നു, കാരണം അവർ ഒരുപാട് വൈകിയിരുന്നു. സാധാരണയായി സ്പാനിഷ് നിധിക്കപ്പലുകൾ വേനൽക്കാലം തുടങ്ങുന്നതിന് മുൻപേ യാത്ര തിരിക്കാറുണ്ട്. കരീബിയൻ കടലിലെ ചുഴലിക്കാറ്റുകളുടെ കാലം, ഹറിക്കെയിൻ സീസൺ തുടങ്ങുന്നതിന് മുൻപേ അറ്റ്ലാന്റിക് കടക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 1622 കാര്യങ്ങൾ മാറിമറിഞ്ഞു. പനാമയിൽ നിന്നും നിധികളുമായി വരേണ്ടിയിരുന്ന മറ്റൊരു കപ്പൽ വൈകിയതും കണക്കെടുപ്പിലെ കാലതാമസവുമെല്ലാം യാത്ര 6 ആഴ്ചയോളം പിന്നോട്ട് വലിച്ചു. ഈ കാലതാമസം പരിചയസമ്പന്നനായ നാവികരുടെ നെറ്റിയിൽ നേരിയ ചുളിവുകൾ വീഴ്ത്തി. കടലിന്റെ സ്വഭാവം മാറാൻ തുടങ്ങുന്ന സമയമായത്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെ അവർ ഭയന്നു. തുറമുഖത്തെ കള്ളുഷാപ്പുകളിൽ നാവികർക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. കടലിന്റെ ദേവത നമ്മളോട് കോപ്യത്തിലാണോ? ഈ യാത്രയ്ക്ക് എന്തോ ഒരു വന്തികേടുണ്ട്, ഒരു വൃദ്ധനായ നാവികൻ തന്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു. അറ്റോച്ചയുടെ ചുമതല വളരെ വലുതായിരുന്നു. അൽമിറാൻറ്റ അഥവാ വ്യൂഹത്തിന്റെ ഏറ്റവും പിന്നിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരന്റെ റോളായിരുന്നു അതിന്. മുന്നിൽ പോകുന്ന കപ്പലുകളെ കടൽക്കൊള്ളക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുകയായിരുന്നു അതിന്റെ പ്രധാന ദൗത്യം. അതുകൊണ്ടുതന്നെ ഏറ്റവും ശക്തമായ കപ്പലിനെയാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക. ഈ സ്ഥാനം ഒരു ബഹുമതിയായിരുന്നെങ്കിലും അത് അപകടം നിറഞ്ഞതുമായിരുന്നു. എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ആദ്യം നേരിടേണ്ടത് അൽമിറാൻറ്റ ആയിരിക്കും.
സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തി. 28 കപ്പലുകളടങ്ങുന്ന ആ വലിയ വ്യൂഹം യാത്രയ്ക്ക് തയ്യാറായി. അറ്റോച്ചയോടൊപ്പം അതിന്റെ സഹോദര കപ്പലായ സാന്റാ മാർഗറിറ്റയും വ്യൂഹത്തിന് നേതൃത്വം നൽകുന്ന നൂയസ്ത്ര സെന്യോറ ദെ ല കാൻഡലാരിയ എന്ന കപ്പലും ഉണ്ടായിരുന്നു. ചരക്കുകൾ കയറ്റി യാത്രക്കാർ തങ്ങളുടെ മുറികളിൽ ഇടം പിടിച്ചു. നാവികർ പായമരങ്ങളിൽ കയറുകളും പായകളും അവസാനമായി ഒന്നുകൂടി ഉറപ്പിച്ചു. കപ്പിത്താൻ നോഡൽ കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ മുഖത്ത് ആത്മവിശ്വാസം പ്രകടമായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആകാശത്തിന്റെ ഭാവമാറ്റങ്ങളെക്കുറിച്ചിട്ട് നേരിയ ആശങ്കയുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തി. 28 കപ്പലുകൾ അടങ്ങുന്ന ആ വലിയ വ്യൂഹം യാത്രയ്ക്ക് തയ്യാറായി. അറ്റോച്ചയോടൊപ്പം അതിന്റെ സഹോദര കപ്പലായ സാന്റാ മാർഗറിറ്റയും വ്യൂഹത്തിന് നേതൃത്വം നൽകുന്ന നുവസ്ട്ര സെന്യോറ ദെ ല കാൻഡലാരിയ എന്ന കപ്പലും ഉണ്ടായിരുന്നു. ചരക്കുകൾ കയറ്റി യാത്രക്കാർ തങ്ങളുടെ മുറികളിൽ ഇടം പിടിച്ചു. നാവികർ പായമരങ്ങളിൽ കയറുകളും പായകളും അവസാനമായി ഒന്നുകൂടി ഉറപ്പിച്ചു. കപ്പിത്താൻ നോഡൽ കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ മുഖത്ത് ആത്മവിശ്വാസം പ്രകടമായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആകാശത്തിന്റെ ഭാവമാറ്റങ്ങളെക്കുറിച്ചൊരു നേരിയ ആശങ്കയുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസത്തിന്റെ 4-ാം തീയതി ഹവാന തുറമുഖം യാത്രയയപ്പിന് സാക്ഷ്യം വഹിച്ചു. കരയിൽ നിന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൈവീശലുകൾക്കും പ്രാർത്ഥനകൾക്കും നടുവിൽ കപ്പലുകൾ ഒന്നൊന്നായി നങ്കൂരമുയർത്തി. പീരങ്കികൾ ആചാര വെടിമുഴക്കി. ഭീമാകാരമായ പായകളിൽ കാറ്റുപിടിച്ചപ്പോൾ അറ്റോച്ചമെല്ലെ നീങ്ങിത്തുടങ്ങി. ഹവാനയുടെ തീരം പതിയെ പതിയെ മറഞ്ഞുപോയി. തങ്ങളുടെ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അനന്തതയിലേക്ക് ആ കപ്പൽ വ്യൂഹം പ്രവേശിച്ചു. കരയിലെ ജീവിതത്തിന്റെ ചൂടും ബഹളങ്ങളും പെട്ട അവർ കടലിന്റെ ശാന്തതയിലേക്കും ഒപ്പം അതിലെ പ്രവചനീയമായ അപകടങ്ങളിലേക്കും യാത്ര തുടങ്ങി. ആ കപ്പലിലുണ്ടായിരുന്ന ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചിലർക്കത് ജന്മനാട്ടിലേക്കുള്ള മടക്കമായിരുന്നു. മറ്റു ചിലർക്ക് അത് തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കുടുംബത്തിനു മുന്നിൽ സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ മറ്റൊരു വിധിയാണ് അവർക്കായി എഴുതി ചേർത്തിരുന്നത്. ആ യാത്ര പലരുടെയും അവസാന യാത്രയായി മാറുമെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല. ഹവാനയുടെ തീരത്തുനിന്ന് അകന്നു പോകുമ്പോൾ അട്ടോച്ച അതിന്റെ വിധിയെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു. കടലിന്റെ അഗാധതയിൽ നൂറ്റാണ്ടുകളോളം നീണ്ടുനിൽക്കുന്ന ഒരു ഉറക്കത്തിലേക്കുള്ള യാത്ര. അട്ടോച്ച ഒരു പടക്കപ്പൽ മാത്രമായിരുന്നില്ല, അതൊരു രഹസ്യം കാത്തുസൂക്ഷിച്ച കോട്ടയായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അതിന്റെ കരുത്തുറ്റ തടികളും വരിവരിയായി നിൽക്കുന്ന പീരങ്കികളും ഉയർന്ന പാമരങ്ങളും ഒരു സൈനികന്റെ പരുക്കൻ ഭാവം നൽകി. എന്നാൽ ആ പരുക്കൻ പുറന്തോടിനുള്ളിൽ അതിന്റെ ഹൃദയഭാഗത്ത് ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും മോഹങ്ങളും ഉറങ്ങിക്കിടന്നിരുന്നു. അട്ടോച്ചയുടെ യഥാർത്ഥ മൂല്യം അതിന്റെ സൈനിക ശക്തിയിലായിരുന്നില്ല, മറിച്ച് അതിന്റെ അടിത്തട്ടിലെ ഇരുണ്ട അറകളിൽ സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ സിരകളിലേക്ക് ഒഴുകാനായി കാത്തിരുന്ന അമൂല്യ നിധിയിലായിരുന്നു. അത് കേവലം സ്വർണവും വെള്ളിയുമായിരുന്നില്ല, അത് ലക്ഷക്കണക്കിനു മനുഷ്യരുടെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും ജീവന്റെയും വിലയായിരുന്നു. ഈ നിധിശേഖരത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പോലും ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്നാൽ അനൌദ്യോഗികമായി കടത്തിയ സമ്പത്തിന്റെ കണക്കെടുത്താൽ അട്ടോച്ച അക്ഷരാർത്ഥത്തിൽ ഒരു ഒഴുകുന്ന ഖജനാവായിരുന്നു. ആ നിധിയുടെ ഓരോ ഭാഗത്തിനും പറയാൻ അതിൻ്റെതായ ഒരു കഥയുണ്ടായിരുന്നു. അട്ടോച്ചയിലെ നിധിശേഖരത്തിന്റെ സിംഹഭാഗവും വെള്ളിയായിരുന്നു. ഏകദേശം 24 ടൺ വെള്ളി 901 വെള്ളിക്കട്ടികളായി അതിന്റെ അറകളിൽ അടുക്കി വെച്ചിരുന്നു. ഈ വെള്ളി വന്നത് ബൊളീവിയയിലെ പോട്ടോസി എന്നറിയപ്പെടുന്ന സെറോ റിക്കോ സമ്പന്നമായ മലയിൽ നിന്നായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളിഖനിയായിരുന്നു അത്. എന്നാൽ പ്രദേശവാസികൾ അതിനെ മനുഷ്യരെ തിന്നുന്ന മല എന്ന് വിളിച്ചു. 10,000-കണക്കിന് തദ്ദേശീയരായ ഇൻക വംശജരെയും ആഫ്രിക്കൻ അടിമകളെയും നിർബന്ധിതമായി ഖനികളിലേക്ക് തള്ളിവിട്ടു. ഭൂമിക്കടിയിലെ ഇടുങ്ങിയ ഇരുണ്ട തുരങ്കങ്ങളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവർ രാവും പകലും അധ്വാനിച്ചു. വിഷവാതകങ്ങൾ ശ്വസിച്ചും അപകടങ്ങളിൽപ്പെട്ടും ആയിരക്കണക്കിന് ആളുകൾ ആ മലയിടുക്കുകളിൽ മരിച്ചു വീണു. അവരുടെ രക്തവും വിയർപ്പും കലർന്നാണ് ഓരോ വെള്ളിത്തരിയും വേർതിരിച്ചെടുത്തത്. ഈ വെള്ളിക്കട്ടികൾക്ക് ഏകദേശം 35 കിലോഗ്രാം വീതം ഭാരമുണ്ടായിരുന്നു. ഓരോ കട്ടിയിലും അതിന്റെ തൂക്കം, പരിശുദ്ധി, ഖനിയുടെ കോഡ്, ഗ്രിഗോ, സ്പാനിഷ് രാജാവിന് അവകാശപ്പെട്ട 1/5 നികുതിയായ ക്വിൻറ്റോറിയൽ അടച്ചതിന്റെ മുദ്ര എന്നിവ രേഖപ്പെടുത്തിയിരുന്നു. ഈ വെള്ളിക്കട്ടികൾ ഒരുമിച്ചുകൂട്ടി കഴുതകളുടെയും ലാമകളുടെയും പുറത്തുകയറ്റി ദുർഗമമായ ആൻഡീസ് പർവ്വതനിരകളിലൂടെ പെറുവിലെ തുറമുഖത്തെത്തിച്ചു. അവിടെ നിന്ന് കപ്പലുകളിൽ പനാമയിലേക്കും പിന്നീട് കരമാർഗം കരീബിയൻ തീരത്തേക്കും ഒടുവിൽ ഹവാനയിലെ അട്ടോച്ചയുടെ ഉള്ളറകളിലേക്കും. ഓരോ വെള്ളിക്കട്ടിയും അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും ഒരുപാട് മനുഷ്യരുടെ കഥകൾ അതിൽ അലിഞ്ഞു ചേർന്നിരുന്നു. വെള്ളിയുടെ തണുത്ത പ്രകാശത്തിനപ്പുറം അട്ടോച്ചയിൽ സ്വർണത്തിന്റെ ഊഷ്മളമായ തിളക്കവുമുണ്ടായിരുന്നു. 100-ലധികം സ്വർണ്ണക്കട്ടികൾ കൊളംബിയയിലെ നിഗൂഢമായ ഖനികളിൽ നിന്നും ശേഖരിച്ചതായിരുന്നു.
വെള്ളി പോലെ വലിയ അളവിലില്ലായിരുന്നെങ്കിലും സ്വർണത്തിന്റെ മൂല്യം വളരെ കൂടുതലായിരുന്നു. ഈ സ്വർണ്ണക്കട്ടികൾ പല രൂപത്തിലും വലിപ്പത്തിലുമായിരുന്നു. ചിലത് ചെറിയ ബിസ്ക്കറ്റുകൾ പോലെ, മറ്റു ചിലത് ഉരുണ്ട ഡിസ്കുകൾ പോലെ. അവയിലും തൂക്കവും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഔദ്യോഗിക കണക്കുകൾക്കപ്പുറം ധാരാളം സ്വർണം കള്ളക്കടത്തായി കപ്പലിൽ കയറ്റി. സ്വർണ്ണപ്പൊടിയായും ചെറിയ കട്ടികളായും യാത്രക്കാർ തങ്ങളുടെ സ്വകാര്യ ലഗേജുകളിൽ ഒളിപ്പിച്ചു. രാജാവിന്റെ നികുതി വെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഈ സ്വർണത്തിന് മറ്റൊരു ചരിത്രം കൂടി ഉണ്ടായിരുന്നു. സ്പാനിഷുകാർ വരുന്നതിനു മുൻപ് ഈ പ്രദേശത്തെ തദ്ദേശീയരായ ജനത സ്വർണത്തെ ആരാധിച്ചിരുന്നു. അവർ അത് ആഭരണങ്ങളായും മതപരമായ ശില്പങ്ങളായും ഉപയോഗിച്ചു. സ്പാനിഷുകാർ ആ വിശുദ്ധ വസ്തുക്കളെല്ലാം പിടിച്ചെടുത്ത് ഉരുക്കി കട്ടികളാക്കി മാറ്റി. അങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ആത്മാവ് തന്നെ ആ സ്വർണ്ണക്കട്ടികളിൽ ഉറഞ്ഞുകിടന്നു. അറ്റോച്ചയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് അതിലെ നാണയശേഖരമായിരുന്നു. 1,25,000-ത്തിലധികം വെള്ളി നാണയങ്ങൾ. ഇവയിൽ ഭൂരിഭാഗവും റിയൽ ഡേ ആ ഓച്ചോ അഥവാ പീസസ് ഓഫ് എയ്റ്റ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ നാണയങ്ങളായിരുന്നു. അക്കാലത്തെ ആഗോള കറൻസിയായിരുന്നു അത്. അമേരിക്ക മുതൽ ചൈന വരെ ഈ നാണയങ്ങൾക്ക് പ്രചാരമുണ്ടായിരുന്നു. ഈ നാണയങ്ങൾ നിർമ്മിച്ചിരുന്നത് പോട്ടോസി, ലിമ, മെക്സിക്കോ സിറ്റി എന്നിവിടങ്ങളിലെ കമ്മട്ടങ്ങളിലായിരുന്നു. ഇന്നത്തെ പോലെ യന്ത്രസഹായത്തോടെയല്ല, മറിച്ച് കൈകൊണ്ടാണ് അവ നിർമ്മിച്ചത്. ഒരു വെള്ളിക്കട്ടിയുടെ കഷ്ണമെടുത്ത് ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തി ഏകദേശ രൂപത്തിലാക്കി ഇരുവശത്തും രാജകീയ മുദ്രകൾ പതിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് കൃത്യമായ വൃത്താകൃതിയോ ഒരേ കനമോ ഉണ്ടായിരുന്നില്ല. ഈ അപാകതകൾ കാരണം ഇവ കോബ് നാണയങ്ങൾ എന്നറിയപ്പെട്ടു. ഓരോ നാണയവും വ്യത്യസ്തമായിരുന്നു. നാണയങ്ങൾക്ക് പുറമെ സ്വർണത്തിൽ തീർത്ത എസ്ക്യൂഡോ നാണയങ്ങളും കുറഞ്ഞ അളവിലുണ്ടായിരുന്നു. ഈ നാണയങ്ങളെല്ലാം തുകൽ സഞ്ചിയിലാക്കി വലിയ പെട്ടികളിലടച്ചാണ് സൂക്ഷിച്ചിരുന്നത്. അറ്റോച്ചയുടെ നിധിശേഖരത്തിലെ ഏറ്റവും അമൂല്യവും മനോഹരവുമായ ഭാഗം മരതക കല്ലുകളായിരുന്നു. ഇവ വന്നത് കൊളംബിയയിലെ മുസോ ഖനിയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മരതകങ്ങൾ ഖനനം ചെയ്തിരുന്നത് അവിടെ നിന്നാണ്. പുൽമേടുകളുടെ പച്ചപ്പ് അതിന്റെ ഉള്ളിൽ ആവാഹിച്ചതുപോലെയുള്ള ഒരു പ്രത്യേകതരം തിളക്കമായിരുന്നു മുസോ മരതകങ്ങൾക്ക്. ഈ മരതകങ്ങളിൽ ഭൂരിഭാഗവും ഔദ്യോഗിക കണക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അവ കള്ളക്കടത്തായി കൊണ്ടുവന്നവയായിരുന്നു. യാത്രക്കാരായിരുന്ന പ്രഭുക്കന്മാരും വ്യാപാരികളും പുരോഹിതന്മാരും തങ്ങളുടെ അരപ്പട്ടയിലും വസ്ത്രങ്ങളുടെ രഹസ്യ അറകളിലും പെട്ടികളുടെ അടിയിലും ഒളിപ്പിച്ചാണിവ കൊണ്ടുവന്നത്. രാജാവിന്റെ നികുതി വെട്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ചിലത് അസംസ്കൃത കല്ലുകളായിരുന്നു, മറ്റു ചിലത് വിദഗ്ധമായി ചെത്തിമിനുക്കി ആഭരണങ്ങളിൽ പതിപ്പിച്ചവയും. സ്വർണമാലകളിലും മോതിരങ്ങളിലും കുരിശുകളിലും ഈ മരതകങ്ങൾ തിളങ്ങി. ഒരുപക്ഷേ ഒരു രാജകുമാരിയുടെ വിവാഹ സമ്മാനമായി നൽകാൻ കൊണ്ടുപോയതാവാം ചില ആഭരണങ്ങൾ. ഈ മരതകങ്ങളുടെ മൂല്യം അന്ന് നിർണയിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. രാജാവിനുള്ള നികുതിക്കും ഔദ്യോഗിക ചരക്കുകൾക്കും പുറമെ യാത്രക്കാരുടെയും കപ്പൽ ജീവനക്കാരുടെയും സ്വകാര്യ സമ്പാദ്യങ്ങൾ അറ്റോച്ചയിലുണ്ടായിരുന്നു. വർഷങ്ങളോളം പുതിയ ലോകത്ത് ജോലി ചെയ്ത് സമ്പാദിച്ചതെല്ലാം പെട്ടികളിലാക്കി അവർ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വെള്ളിയിൽ തീർത്ത പാത്രങ്ങൾ, സ്വർണം പൂശിയ കപ്പുകൾ, പേൾ നെക്ലേസുകൾ, നീളമേറിയ സ്വർണ്ണ ചങ്ങലകൾ ഇവ പലപ്പോഴും പണത്തിനു പകരമായി ഉപയോഗിച്ചിരുന്നു. പുകയില, ഇൻഡിഗോ, നീലനിറം നൽകുന്ന ചെടി പോലുള്ള വിലപിടിപ്പുള്ള ചരക്കുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. കപ്പലിലെ പുരോഹിതന്മാരുടെ പക്കൽ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത വിശുദ്ധ രൂപങ്ങളും മരതകം പതിച്ച കുരിശുകളും സ്വർണ്ണ നൂലുകൊണ്ട് ചിത്രത്തുന്നൽ ചെയ്ത അൾത്താര വിരികളും ഉണ്ടായിരുന്നു. ഓരോ വസ്തുവിനും പിന്നിൽ ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ അളവറ്റ സമ്പത്തെല്ലാം കപ്പലിന്റെ ഏറ്റവും സുരക്ഷിതമായ ഭാഗത്താണ് സൂക്ഷിച്ചിരുന്നത്. ബോഡേഗ എന്നറിയപ്പെടുന്ന ഈ അറ കപ്പലിന്റെ അടിത്തട്ടിൽ വെള്ളം കയറാത്ത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയതായിരുന്നു. കനത്ത തടിവാതിലുകളും വലിയ പൂട്ടുകളും അതിന് കാവൽ നിന്നു. സായുധരായ സൈനികർ രാവും പകലും ഈ നിധിക്ക് കാവലുണ്ടായിരുന്നു. കപ്പലിന്റെ ഭാരത്തിന്റെ വലിയൊരു പങ്കും ഈ അറയിലായിരുന്നു. ഈ ഭാരം കപ്പലിന് സ്ഥിരത നൽകുമെന്ന് നാവികർ വിശ്വസിച്ചു. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിലെ ഇരുണ്ട കഥകളെക്കുറിച്ച് ആ കപ്പലിലെ യാത്രക്കാർ ഓർത്തിരുന്നോയെന്ന് സംശയമാണ്. ഒരു സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനായി പിഴിഞ്ഞെടുത്ത ഒരു ഭൂഖണ്ഡത്തിന്റെ സമ്പത്തായിരുന്നു അത്. ആ നിധിശേഖരത്തിന് അറിയില്ലായിരുന്നു അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ സ്പെയിനിലെ രാജാവായിരിക്കില്ല, മറിച്ച് നൂറ്റാണ്ടുകളോളം അതിനെ കാത്തുസൂക്ഷിക്കാൻ പോകുന്ന അറ്റ്ലാന്റിക് സമുദ്രമായിരിക്കുമെന്ന്. അതിന്റെ തണുത്ത നിശബ്ദമായ അറകളിൽ ആ അമൂല്യനിധി ഒരു കൊടുങ്കാറ്റിനായി കാത്തിരുന്നു. അതിന്റെ മഹത്വത്തെയും ഒപ്പം അതിനെ വഹിക്കുന്ന കപ്പലിനെയും എന്നേക്കുമായി ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോന്ന ഒരു മഹാശക്തിക്കായി. അറ്റോച്ചയുടെ അറകളിൽ നിശ്ചലമായി കിടന്ന നിധികളെക്കാൾ മൂല്യമുള്ളതായിരുന്നു അതിന്റെ തട്ടുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ജീവനുള്ള ലോകം. സ്വർണ്ണക്കട്ടികൾക്ക് പറയാൻ കഴിയാത്ത കഥകൾ, വെള്ളി നാണയങ്ങൾക്ക് പകരാൻ കഴിയാത്ത വികാരങ്ങൾ, മരതകങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാനാവാത്ത സ്വപ്നങ്ങൾ, അതെല്ലാം ആ കപ്പലിലുണ്ടായിരുന്ന 265ഓളം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്നു. അറ്റോച്ച ഒരു കപ്പൽ എന്നതിലുപരി ഒരു ചെറിയ ലോകം തന്നെയായിരുന്നു. പല തട്ടുകളിലായി പലതരം ജീവിതങ്ങൾ ഒരുമിച്ച് ഒരേ വിധിയിലേക്ക് യാത്ര ചെയ്തിരുന്ന ഒരു ലോകം. ഓരോ യാത്രക്കാരനും അറ്റോച്ച തിരഞ്ഞെടുത്തതിന് അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അത് വ്യൂഹത്തിലെ ഏറ്റവും സുരക്ഷിതമായ കപ്പലുകളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. അൽ മിറാൻഡ എന്ന നിലയിൽ അതിന്റെ പിന്നിലെ ശക്തമായ കാവൽ ഏതൊരു യാത്രക്കാരനും ധൈര്യം നൽകുന്നതായിരുന്നു.
അതുകൊണ്ട് തന്നെ സ്പെയിനിലേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി മടങ്ങുന്ന പ്രഭുക്കന്മാരും സമ്പന്ന വ്യാപാരികളും അറ്റോച്ചയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. അറ്റോച്ചയിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ മുറികൾ കൈവശപ്പെട്ടിരുന്നത് സ്പാനിഷ് പ്രഭുകുടുംബങ്ങളായിരുന്നു. അവരിൽ പലരും പുതിയ ലോകത്ത് ഗവർണർമാരായോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരായോ സേവനമനുഷ്ഠിച്ച് തങ്ങളുടെ കാലാവധി കഴിഞ്ഞ് ജന്മനാട്ടിലേക്ക് മടങ്ങുന്നവരായിരുന്നു. പെഡ്രോ പാസ്ക്വൽ ഡി ടോറസ് എന്ന പ്രഭുവും അദ്ദേഹത്തിന്റെ ഭാര്യയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വെനസ്വേലയിലെ ഗവർണറായിരുന്നു അദ്ദേഹം. വർഷങ്ങളുടെ സേവനത്തിനു ശേഷം സ്പെയിനിലെ തങ്ങളുടെ എസ്റ്റേറ്റിൽ വിശ്രമജീവിതം നയിക്കുക എന്ന സ്വപ്നവുമായാണ് അവർ യാത്ര തിരിച്ചത്. തങ്ങളുടെ സമ്പാദ്യമെല്ലാം സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും അവർ കൂടെ കരുതിയിരുന്നു. അവരുടെ ചിരികളും സംഭാഷണങ്ങളും കപ്പലിന്റെ മുകൾ തട്ടിൽ പലപ്പോഴും മുഴങ്ങിക്കേട്ടു. മറ്റൊരു പ്രമുഖ കുടുംബം ഗ്യാസ്പർ ഡി റോജ സോട്ടോമേയറിന്റേതായിരുന്നു. പെറുവിലെ ഖനികളുടെ മേൽനോട്ടക്കാരനായിരുന്ന അദ്ദേഹം രാജാവിന് നൽകാനുള്ള നിധിയുടെ വലിയൊരു ഭാഗത്തിന്റെ ഉത്തരവാദിത്വം പേറിയാണ് യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടെയുണ്ടായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്പെയിനിലെ മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നും യൂറോപ്പിലെ പ്രൗഢമായ ജീവിതം പരിചയപ്പെടുത്തണമെന്നും അവർ ആഗ്രഹിച്ചു. ആ കുട്ടികളുടെ കളിച്ചിരികൾ കപ്പലിലെ സൈനികരുടെയും നാവികരുടെയും പരുക്കൻ ജീവിതത്തിനിടയിൽ ഒരു നേർത്ത സംഗീതം പോലെ ആയിരുന്നു. വ്യാപാരികളായിരുന്നു അറ്റോച്ചയിലെ മറ്റൊരു പ്രധാന വിഭാഗം. ഡീഗോ ഡി ലിയോൺ എന്ന വ്യാപാരി പുതിയ ലോകത്ത് വലിയൊരു വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തിയാളായിരുന്നു. പുകയില, ഇൻഡിഗോ, കൊക്കോ തുടങ്ങിയ വസ്തുക്കൾ വലിയ അളവിൽ വാങ്ങി സ്പെയിനിൽ വലിയ ലാഭത്തിന് വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ കണക്കുപുസ്തകങ്ങളിൽ നിറയെ അക്കങ്ങളും ലാഭത്തിന്റെ സ്വപ്നങ്ങളുമായിരുന്നു. കപ്പലിലെ മറ്റു വ്യാപാരികളുമായി അദ്ദേഹം നിരന്തരം ചർച്ചകളിലേർപ്പെട്ടു. യൂറോപ്പിലെ വിപണിയെക്കുറിച്ചും ഭാവിയിലെ കച്ചവട സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചു. അവരുടെ സംഭാഷണങ്ങൾ എപ്പോഴും പണത്തെയും ലാഭത്തെയും കുറിച്ചായിരുന്നു. ഈ വ്യാപാരികളിൽ പലരും തങ്ങളുടെ യഥാർത്ഥ സമ്പത്തിന്റെ ഒരു ഭാഗം കപ്പലിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ഔദ്യോഗിക കണക്കുകളിൽ നിന്നും മറച്ചുവെച്ചിരുന്നു. മരതകങ്ങളും സ്വർണ്ണപ്പൊടിയും പോലുള്ള ചെറിയതും എന്നാൽ വിലയേറിയതുമായ വസ്തുക്കൾ അവരുടെ വസ്ത്രങ്ങളുടെ രഹസ്യ അറകളിലും പെട്ടികളുടെ വ്യാജ അടിത്തട്ടുകളിലും ഒളിപ്പിച്ചിരുന്നു. ഈ രഹസ്യം അവർ തങ്ങളുടെ നിഴലിനെ പോലെ കൂടെ കൊണ്ടു നടന്നു. മതവും അറ്റോച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പുതിയ ലോകത്ത് ക്രിസ്തുമതം പ്രചരിപ്പിക്കാനെത്തിയ ഒരു സംഘം പുരോഹിതന്മാർ ആ കപ്പലിൽ സ്പെയിനിലേക്ക് മടങ്ങുന്നുണ്ടായിരുന്നു. അവരിൽ ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ സഭകളിലെ അംഗങ്ങളുണ്ടായിരുന്നു. വർഷങ്ങളോളം തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിന്റെ ക്ഷീണം അവരുടെ മുഖങ്ങളിൽ കാണാമായിരുന്നു. എങ്കിലും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയും വിശുദ്ധ നഗരമായ റോമിലേക്കൊരു തീർത്ഥാടനം നടത്താനുള്ള ആഗ്രഹവും അവരുടെ കണ്ണുകളിൽ തിളങ്ങി. അവരുടെ പക്കൽ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത വിശുദ്ധ രൂപങ്ങളും മനോഹരമായി ചിത്രത്തുന്നൽ ചെയ്ത അൾത്താറാവിരികളും കയ്യെഴുത്തു പ്രതികളും ഉണ്ടായിരുന്നു. കപ്പലിലെ പ്രാർത്ഥനാമുറിയിൽ അവർ ദിവസവും കുർബാന അർപ്പിച്ചു. യാത്രക്കാരുടെയും നാവികരുടെയും ആത്മീയ ആവശ്യങ്ങൾക്ക് അവർ തുണയായി. കടലിന്റെ പ്രവചനാതീതമായ സ്വഭാവത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്ന പലരും അവരുടെ പ്രാർത്ഥനകളിൽ അഭയം തേടി. ദൈവം നമ്മെ കാത്തുകൊള്ളും, അവർ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. പ്രഭുക്കന്മാർക്കും വ്യാപാരികൾക്കും പുരോഹിതന്മാർക്കും അപ്പുറം സാധാരണക്കാരായ ഒരുപാട് പേർ അറ്റോച്ചയിലുണ്ടായിരുന്നു. വർഷങ്ങളോളം പുതിയ ലോകത്ത് കൂലിപ്പണി ചെയ്തും സൈനിക സേവനം നടത്തിയും മിച്ചം പിടിച്ച പണവുമായി നാട്ടിലേക്ക് മടങ്ങുന്നവർ. അവർക്ക് ആഡംബര മുറികളുണ്ടായിരുന്നില്ല. കപ്പലിന്റെ ഇടുങ്ങിയ താഴെത്തട്ടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. പലർക്കും സ്വന്തമായി ഒരു തുണ്ടു ഭൂമി വാങ്ങി കൃഷി ചെയ്യണമെന്നോ ചെറിയൊരു കച്ചവടം തുടങ്ങണമെന്നോ ഉള്ള ലളിതമായ സ്വപ്നങ്ങളാണുണ്ടായിരുന്നത്. അവരിലൊരാളായിരുന്നു മിഗുവേൽ ഡി ജായേൻ. സ്പെയിനിലെ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഭാഗ്യം തേടിയാണ് അമേരിക്കയിലേക്ക് പോയത്. 20 വർഷത്തോളം പെറുവിലെ വെള്ളിഖനികളിൽ സൂപ്പർവൈസറായി ജോലി ചെയ്ത് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള സമ്പാദ്യവുമായിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക് ഒരു പ്രമാണിയെ പോലെ തിരിച്ചെത്തുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടു. ഈ യാത്രക്കാരിൽ 3 പേർ പോർച്ചുഗലിൽ നിന്നുള്ളവരായിരുന്നു. അക്കാലത്ത് സ്പാനിഷ് ഭരണത്തിൽ കീഴിലായിരുന്ന പോർച്ചുഗലിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു അവർ. കപ്പലിലെ ഭൂരിഭാഗം പേരും സ്പാനിഷ് സംസാരിച്ചപ്പോൾ ഈ പോർച്ചുഗീസുകാർ തങ്ങളുടെ ഭാഷയിൽ സംസാരിച്ച് ഒരു ചെറിയ കൂട്ടമായി ഒതുങ്ങിക്കൂടി. ഈ യാത്രക്കാർക്കെല്ലാം സുരക്ഷയും സേവനവും നൽകിയത് കപ്പലിലെ ജീവനക്കാരാണ്. കപ്പിത്താൻ ബാർത്തലോമേ ഗാർസിയ ഡി ലോഡലിന്റെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ നാവികർ കപ്പലിനെ നിയന്ത്രിച്ചു. അവർക്ക് കടൽ ഒരു വീട് പോലെയായിരുന്നു. കാറ്റിന്റെ ഗതിയും നക്ഷത്രങ്ങളുടെ സ്ഥാനവും നോക്കി അവർ വഴി കണ്ടുപിടിച്ചു. പാമരങ്ങളിൽ വലിഞ്ഞുകയറിയും ഭീമൻ പായകൾ നിയന്ത്രിച്ചും അവർ രാവും പകലും ജോലി ചെയ്തു. അവരുടെ കൈകൾ കപ്പൽ കയറിൽ തഴമ്പിച്ച് പരുക്കനായിരുന്നെങ്കിലും അവരുടെ കണ്ണുകൾ കടലിനോടുള്ള ആദരവുണ്ടായിരുന്നു. അതേസമയം കപ്പലിലെ സൈനികർ നിധിക്കും യാത്രക്കാർക്കും കാവൽ നിന്നു. കടൽക്കൊള്ളക്കാരുടെ ആക്രമണമുണ്ടായാൽ നേരിടാൻ അവർ സദാ സജ്ജരായിരുന്നു. അവരുടെ വാളുകളും തോക്കുകളും എപ്പോഴും തയ്യാറായിരുന്നു. അവരുടെ സാന്നിധ്യം യാത്രക്കാർക്ക് ഒരു ധൈര്യമായിരുന്നു. എന്നാൽ മനുഷ്യരായ ശത്രുക്കളെ നേരിടാൻ പരിശീലനം ലഭിച്ച അവർക്ക് പ്രകൃതിയുടെ രൂപത്തിൽ വരുന്ന ശത്രുവിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. ഇങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും വ്യത്യസ്ത സ്വപ്നങ്ങളുമായി 265ഓളം ജീവിതങ്ങൾ അറ്റോച്ച എന്ന ഉരുക്കുകോട്ടയ്ക്കുള്ളിൽ ഒരുമിച്ചു. മുകൾത്തട്ടിലെ ആഡംബരവും താഴെത്തട്ടിലെ സാധാരണ ജീവിതവും നാവികരുടെ കഠിനാധ്വാനവും സൈനികരുടെ ജാഗ്രതയും എല്ലാം ചേർന്ന് ആ കപ്പലിന് ഒരു പ്രത്യേക താളം നൽകി. അവർക്കിടയിൽ സൗഹൃദങ്ങൾ ഉടലെടുത്തു, വാഗ്വാദങ്ങളുണ്ടായി, പ്രണയങ്ങൾ മുട്ടിട്ടു. ഹവാനയിൽ നിന്ന് യാത്ര തിരിച്ച് ആദ്യ ദിവസം കടൽ ശാന്തമായിരുന്നപ്പോൾ അവർ ഒരു വലിയ കുടുംബം പോലെയായിരുന്നു.
എന്നാൽ ആ കപ്പലിന്റെ ഓരോ ചലനത്തിലും ഓരോ തിരയുടെ അടികളിലും അവരറിയാതെ അവരുടെ വിധി ഒരുമിച്ചു ചേർക്കപ്പെടുകയായിരുന്നു. ആ വിധി അവരെ ഒരുപോലെ ഒരേ നിമിഷത്തിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനായി കാത്തിരിക്കുകയായിരുന്നു. ആരും തിരികെ വരാത്ത ഒരു യാത്രയുടെ ഭാഗമാണ് തങ്ങളെന്ന് അവരാരും അറിഞ്ഞതേയില്ല. ഹവാനയുടെ തീരം വിട്ട് ആദ്യത്തെ ദിവസം ശാന്തമായിരുന്നു. നീലാകാശത്തിനു കീഴെ ഇളം കാറ്റിൽ അറ്റോച്ചയും സഹകപ്പലുകളും ഒരു താളത്തിൽ മുന്നോട്ടു നീങ്ങി. യാത്രക്കാർ തങ്ങളുടെ ആശങ്കകളെല്ലാം മറന്ന് കപ്പലിന്റെ തട്ടുകളിൽ ഒത്തുകൂടി കടൽ കാറ്റേറ്റ് വിശ്രമിച്ചു. കുട്ടികൾ ഓടിക്കളിച്ചു, വ്യാപാരികൾ തങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു, നാവികർ തങ്ങളുടെ പതിവ് ജോലികളിൽ മുഴുകി. കപ്പിത്താൻ നോഡലിന്റെ മുഖത്ത് നേരിയ ആശ്വാസം പടർന്നു. ചുഴലിക്കാറ്റുകളുടെ കാലം തുടങ്ങിയിരുന്നെങ്കിലും ഈ ശാന്തമായ തുടക്കം ഒരു നല്ല ശകുനമായി അദ്ദേഹം കണ്ടു. ഫ്ലോറിഡ കടലിടുക്ക് കടന്നുകിട്ടിയാൽ പിന്നെ അപകട സാധ്യത കുറവാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിശാലതയിലേക്ക് പ്രവേശിച്ചാൽ ഏത് കൊടുങ്കാറ്റിനെയും മറികടക്കാൻ തന്റെ കപ്പലിനാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസത്തിനും ശാന്തതയ്ക്കും മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. യാത്ര തുടങ്ങി 2ാം ദിവസമായ സെപ്റ്റംബർ 5 പുലർന്നപ്പോൾ തന്നെ ആകാശത്തിന്റെ ഭാവം മാറിത്തുടങ്ങി. സാധാരണയിൽ കവിഞ്ഞ വേഗതയിൽ ചാരനിറമുള്ള മേഘങ്ങൾ ആകാശത്തോടിക്കൂടി. സൂര്യൻ ആ മേഘങ്ങൾക്കുള്ളിൽ ഒളിച്ചു. കാറ്റിന്റെ തണുപ്പിന് ഒരു പ്രത്യേക ഈർപ്പം കലർന്നിരുന്നു. അത് പരിചയസമ്പന്നരായ നാവികരുടെ ഉള്ളിൽ ഒരു അഭയമണി മുഴക്കി. അവർ ആകാശത്തേക്ക് നോക്കി പരസ്പരം എന്തോ പിറുപിറുത്തു. കടലിന്റെ നിറം നീലയിൽ നിന്ന് മാറി ഇരുണ്ട പച്ചയും ചാരനിറവും കലർന്ന ഒരു ഭാവത്തിലേക്ക് വഴുതി വീണു. അന്ന് ഉച്ചയോടെ കാറ്റിന്റെ ഗതി മാറിത്തുടങ്ങി. വടക്കു കിഴക്ക് നിന്നും അടിച്ചു തുടങ്ങിയ കാറ്റ് നിമിഷം പ്രതി ശക്തി പ്രാപിച്ചു. ശാന്തമായിരുന്ന കടൽ പതിയെ പതിയെ ഇളകിമറിയാൻ തുടങ്ങി. ചെറിയ തിരമാലകൾക്ക് പകരം വെളുത്ത നുരകളുള്ള വലിയ തിരകൾ രൂപപ്പെട്ടു. കപ്പൽ മെല്ലെ ഉലയാൻ തുടങ്ങി. യാത്രക്കാർക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങി. പലരും തങ്ങളുടെ മുറികളിലേക്ക് ഉൾവലിഞ്ഞു. കടൽച്ചോറുക്ക് അവരെ ബാധിച്ചു തുടങ്ങിയിരുന്നു. കപ്പിത്താൻ നോഡൽ തന്റെ സഹപ്രവർത്തകരുമായി അടിയന്തരമായി യോഗം ചേർന്നു. മുന്നോട്ടു പോകുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കൊടുങ്കാറ്റിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിനു പകരം അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഏക പോംവഴി. എല്ലാ പായകളും താഴ്ത്തുക, കപ്പലിന്റെ വേഗത കുറയ്ക്കണം, നോഡൽ ആജ്ഞാപിച്ചു. നാവികർ പാമരങ്ങളിലേക്ക് വലിഞ്ഞുകയറി കാറ്റിൽ ശക്തിയായി ആടിയുലയുന്ന പായകൾ കെട്ടിവെക്കാൻ പാടുപെട്ടു. കാറ്റൊരു ഭ്രാന്തനെ പോലെ അലറുകയായിരുന്നു. അവരുടെ ചെവിയിൽ അത് ചെകുത്താന്റെ സംഗീതം പോലെ മുഴങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണാധീനമായി. അതൊരു സാധാരണ കൊടുങ്കാറ്റായിരുന്നില്ല. കരീബിയൻ കടൽ ജന്മം നൽകിയ ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നിന്റെ നടുവിലായിരുന്നു അവർ അകപ്പെട്ടത്. ആകാശവും കടലും തിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി ചേർന്നു. കനത്ത മഴ ചരടുകൾ പോലെ താഴേക്ക് പതിച്ചു, കാഴ്ചയെ പൂർണ്ണമായും മറച്ചു. കപ്പലിന്റെ തട്ടുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങി. ഓരോ നിമിഷവും പർവ്വതസമാനമായ തിരമാലകൾ കപ്പലിനെ വിഴുങ്ങാനെന്നോണം പാഞ്ഞെടുത്തു. അറ്റോച്ച ആ ഭീമാകാരമായ തിരമാലകൾക്ക് മുകളിലേക്ക് ഒരു കളിപ്പാട്ടം പോലെ ഉയർന്നു പൊങ്ങി, പിന്നെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് കൂപ്പുകുത്തി. ഓരോ തവണ കപ്പൽ താഴേക്ക് പതിക്കുമ്പോഴും അതിന്റെ തടികൾ ഒരുമിച്ച് ഞെരിഞ്ഞമരുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. യാത്രക്കാർ ഭയന്ന് വിറച്ച് തങ്ങളുടെ മുറികളിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടി. പ്രഭുക്കന്മാരും സാധാരണക്കാരും ധനികരും ദരിദ്രരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ഭയത്തിന്റെ നൂലിൽ കോർക്കപ്പെട്ടു. കുട്ടികളുടെ കരച്ചിലുകൾ കൊടുങ്കാറ്റിന്റെ ഭീകരമായ അലർച്ചയിൽ മുങ്ങിപ്പോയി. ഇരുട്ടു വീണതോടെ ഭയം അതിന്റെ പാരമ്യത്തിലെത്തി. കപ്പൽ വ്യൂഹം പൂർണ്ണമായും ചിതറിപ്പോയിരുന്നു. കൂടെയുണ്ടായിരുന്ന 28 കപ്പലുകളിൽ പലതും എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. ശക്തമായ കാറ്റിൽ കപ്പലിലെ വിളക്കുകൾ അണഞ്ഞുപോയി. കൂരിരുട്ടിൽ തങ്ങൾ എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന് കപ്പിത്താനോ നാവികർക്കോ ഒരു രൂപവുമുണ്ടായിരുന്നില്ല. ദിശ നിർണയിക്കാനുള്ള കോമ്പസുകൾ കാന്തികമായ വ്യതിയാനം കാരണം സ്ഫുടമായി പ്രവർത്തിച്ചു. നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്താനുള്ള സാധ്യത മഴമേഘങ്ങൾ ഇല്ലാതാക്കി. അവർ അക്ഷരാർത്ഥത്തിൽ അന്ധരായിരുന്നു. അർദ്ധരാത്രിയോടെ അറ്റോച്ചയുടെ പ്രധാന പാമരം മെയിൻ മാസ്റ്റ് ഒരു വലിയ ശബ്ദത്തോടെ ഒടിഞ്ഞു വീണു. അത് കപ്പലിന്റെ തട്ടിലേക്ക് പതിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന കയറുകളും പായകളും ഒരു ഭീമൻ വല പോലെ കപ്പലിന് ചുറ്റും വീണു. ഇത് കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി. ചുക്കാൻ റഡർ ഒടിഞ്ഞു തൂങ്ങി. അതോടെ കപ്പലിനെ നേർവഴിക്ക് നയിക്കാനുള്ള അവസാന സാധ്യതയും ഇല്ലാതായി. അറ്റോച്ച ഇപ്പോൾ കാട്ടിന്റെയും തിരമാലകളുടെയും ദയവിൽ മാത്രമായിരുന്നു. അത് ഒരു ഇല പോലെ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ ഒഴുകി നടന്നു. കപ്പലിന്റെ ഉള്ളറകളിൽ നിധി സൂക്ഷിച്ചിരുന്ന പെട്ടികൾ അങ്ങോട്ടുമിങ്ങോട്ടും ഉരുണ്ടു നീങ്ങാൻ തുടങ്ങി. ഭാരമേറിയ വെള്ളിക്കട്ടികൾ തടിയുടെ ഭിത്തികളിലിടിച്ച് ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. സൈനികർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിധിയെക്കുറിച്ച് ഓർക്കാൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല. കൊടുങ്കാറ്റ് അതിന്റെ എല്ലാ ശക്തിയും പ്രയോഗിക്കുകയായിരുന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അലറി വിളിക്കുന്ന തിരമാലകളുടെ ഭീകര രൂപം ഒരു നിമിഷം തെളിഞ്ഞു കാണാമായിരുന്നു. ഓരോ മിന്നലിലും തങ്ങളുടെ സഹയാത്രികരുടെ ഭയം നിറഞ്ഞ മുഖങ്ങൾ അവർ കണ്ടു. നാവികർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കടലിൽ ചെലവഴിച്ചവർ പോലും ഇത്രയും ഭീകരമായ ഒരു കൊടുങ്കാറ്റിനെ മുൻപ് നേരിട്ടിരുന്നില്ല.
സാന്താ ബാർബറ, ഞങ്ങളെ കാക്കണേ! അവർ തങ്ങളുടെ രക്ഷാധികാരിയായ വിശുദ്ധയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ രാത്രി മുഴുവൻ അറ്റോച്ച മരണവുമായി ഒരു യുദ്ധത്തിലായിരുന്നു. ഓരോ നിമിഷവും അത് അവസാനത്തേതായിരിക്കുമെന്ന് അതിലുള്ളവർ കരുതി. പ്രതീക്ഷയുടെ അവസാന പണികയും അവരിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. സെപ്റ്റംബർ 5 ആ രാത്രി അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ഇരുണ്ടതുമായ രാത്രിയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു പ്രഭാതം അവർക്കായി കരുതിവെച്ചിരുന്നത് ഇതിലും വലിയൊരു ദുരന്തമാണെന്ന്. ഫ്ലോറിഡ കീസിന്റെ തീരത്തുള്ള മരണത്തിന്റെ പവിഴപ്പുറ്റുകളിലേക്കാണ് തങ്ങൾ അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന സത്യം ആ ഇരുട്ടിൽ അവർ അറിഞ്ഞില്ല. കൊടുങ്കാറ്റ് അവരെ അറ്റോച്ചയുടെ അന്ത്യവിധി രേഖപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സെപ്റ്റംബർ 6 പ്രഭാതം വെളിച്ചത്തിനു പകരം കൂടുതൽ ഇരുണ്ട ഒരു യാഥാർത്ഥ്യവുമായാണ് അറ്റോച്ചയ്ക്കു മുന്നിൽ പിറന്നു വീണത്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന കൊടുങ്കാറ്റിന്റെ സംഹാരത്തിൽ കപ്പൽ ഒരു പോരാളിയിൽ നിന്ന് നിസ്സഹായനായ ഒരു ഇരയായി മാറിയിരുന്നു. ഒടിഞ്ഞ പാമരങ്ങളും കീറിപ്പറിഞ്ഞ പായകളും തകർന്ന ചുക്കാനും അതിനെ ഒരു ജീവശവമാക്കി മാറ്റിയിരുന്നു. കാറ്റും തിരമാലകളും അതിനെ തെക്കോട്ട് ഫ്ലോറിഡ കീസ് എന്നറിയപ്പെടുന്ന ദ്വീപ സമൂഹങ്ങൾക്ക് നേരെ വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഈ പ്രദേശം നാവികർക്ക് പേടി സ്വപ്നമായിരുന്നു. ഉപരിതലത്തിന് തൊട്ടു താഴെ ഒളിഞ്ഞിരിക്കുന്ന കൂർത്ത പവിഴപ്പുറ്റുകളുടെ ഒരു ശൃംഖല തന്നെ അവിടെയുണ്ടായിരുന്നു. ഒരു കപ്പലിന്റെ അടിത്തട്ട് കീറിമുറിക്കാൻ പോന്ന മൂർച്ചയേറിയ പല്ലുകളുള്ള ഒരു ഭീകര ജീവിയെപ്പോലെ അവ ആഴങ്ങളിൽ പതിയിരിപ്പുണ്ടായിരുന്നു. കപ്പിത്താൻ നോഡലിനും മറ്റു നാവികർക്കും തങ്ങൾ അപകടകരമായ ഒരു മേഖലയിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിയാമായിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാനായില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ വിധിയുടെ കൈകളിലെ ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു. ഏകദേശം രാവിലെ 10 മണിയോടെ ആ ദുരന്തം സംഭവിച്ചു. ഒരു ഭീമാകാരമായ തിരമാല അറ്റോച്ചയെ ഉയർത്തിയെടുത്ത് മുന്നോട്ടു തള്ളി. അടുത്ത നിമിഷം കപ്പലിന്റെ അടിത്തട്ട് അദൃശ്യമായ എന്തോ ഒന്നിൽ ആഞ്ഞിടിക്കുന്നതിന്റെ ഭീകരമായ ശബ്ദം എല്ലാവരും കേട്ടു. കപ്പൽ ഒന്നാകെ വിറച്ചു. അത് ആദ്യത്തെ ഇടിയായിരുന്നു. ഒരു പവിഴപ്പുറ്റിലിടിച്ച് അതിന്റെ ഉറപ്പേറിയ മഹാഗണി തടിയിൽ ഒരു വലിയ വിള്ളൽ വീണു. കടൽ വെള്ളം ഒരു സർപ്പത്തെ പോലെ ആ വിള്ളലിലൂടെ കപ്പലിന്റെ ഉള്ളറകളിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. യാത്രക്കാർ ഭയന്ന് നിലവിളിച്ചു. കപ്പൽ മുങ്ങാൻ തുടങ്ങുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. എന്നാൽ പ്രകൃതിക്ക് കരുണയുണ്ടായിരുന്നില്ല. അടുത്ത തിരമാല വീണ്ടും കപ്പലിനെ ഉയർത്തി കൂടുതൽ ശക്തിയോടെ അതേ പവിഴപ്പുറ്റകളിലേക്ക് ആഞ്ഞടിച്ചു. ഇത്തവണ ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന്റെ അടിത്തട്ട് പൂർണ്ണമായും പിളർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിന്റെ താഴ്ന്ന തട്ടുകൾ വെള്ളത്തിൽ മുങ്ങി. നിധി സൂക്ഷിച്ചിരുന്ന ബോഡേഗയിലേക്കും സാധാരണ യാത്രക്കാർ താമസിച്ചിരുന്ന ഇടുങ്ങിയ മുറികളിലേക്കും ഉപ്പുവെള്ളം കുതിച്ചെത്തി. അവിടെയുണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാൻ ഒരവസരവും ലഭിച്ചില്ല. അവർ വെള്ളത്തിൽ മുങ്ങി ആ ഇരുണ്ട അറകൾ അവരുടെ ശവകുടീരങ്ങളായി മാറി. മുകൾ തട്ടിൽ ജീവനുവേണ്ടിയുള്ള ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. ആളുകൾ മുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. എന്നാൽ കപ്പൽ അതിവേഗം ഒരു വശത്തേക്ക് ചെരിയാൻ തുടങ്ങിയിരുന്നു. തട്ടുകളിൽ കെട്ടിനിർത്തിയിരുന്ന ഭാരമേറിയ പീരങ്കികൾ അവയുടെ സ്ഥാനത്ത് നിന്ന് ഇളകിമാറി ഉരുണ്ടു നീങ്ങാൻ തുടങ്ങി. അവയുടെ വഴിയിൽപ്പെട്ട മനുഷ്യരെയും വസ്തുക്കളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ആ ഇരുമ്പു ഭീമന്മാർ ഉരുണ്ടു. കപ്പലിന്റെ തട്ടുകൾ മരണത്തിന്റെ ഒരു രംഗവേദിയായി മാറി. വെള്ളം അതിവേഗം കപ്പലിനുള്ളിലേക്ക് ഇരച്ചുകയറിക്കൊണ്ടിരുന്നു. കപ്പലിന്റെ ഭാരം ക്രമാതീതമായി വർദ്ധിച്ചു. സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന അറ്റോച്ചയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ലായിരുന്നു. അതിന്റെ മുൻഭാഗം വെള്ളത്തിലേക്ക് ആഴ്ന്നു, പിൻഭാഗം ആകാശത്തേക്ക് ഉയർന്നു. ഒരു നിമിഷം അത് അങ്ങനെ നിന്നു, ഒരു ഭീമാകാരമായ സ്മാരകം പോലെ. പിന്നെ ഒരു വലിയ മുരൾച്ചയോടെ അത് കടലിന്റെ അഗാധതയിലേക്ക് കൂപ്പുകുത്തി. അതിലുണ്ടായിരുന്ന മനുഷ്യരും സ്വപ്നങ്ങളും ഒരു സാമ്രാജ്യത്തിന്റെ സമ്പത്തുമെല്ലാം ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. സ്വർണ്ണക്കട്ടികളും വെള്ളി നാണയങ്ങളും പെട്ടികൾ തകർന്ന് പുറത്തേക്ക് ചിതറി കടലിന്റെ അടിത്തട്ടിൽ ഒരു നിധിയുടെ പരവതാനി വിരിച്ചു. മരതകക്കല്ലുകൾ അവയുടെ അവസാനത്തെ തിളക്കം വെള്ളത്തിൽ പ്രതിഫലിപ്പിച്ച മണലിൽ പൂണ്ടുപോയി. ഒരു കാലത്ത് പോട്ടോസിയിലെ ഖനികളിൽ നിന്ന് തുടങ്ങിയ ആ സമ്പത്തിന്റെ യാത്ര അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ ഏകദേശം 55 അടി താഴ്ചയിൽ അവസാനിച്ചു. 265 പേരിൽ വെറും 5 പേർക്ക് മാത്രമാണ് ആ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത്. കപ്പൽ മുങ്ങുന്നതിന് തൊട്ടുമുൻപ് ഏറ്റവും ഉയരമുള്ള പാമരത്തിന്റെ ഒടിഞ്ഞ അറ്റത്ത് മിസിൻ മാസ്റ്റിൽ പിടിച്ചുകിടന്നവരായിരുന്നു അവർ. ഒരു കൗമാരക്കാരനായ കപ്പൽ ജോലിക്കാരനും 2 നാവികരും 2 അടിമകളും. അവർ ആ മരക്കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് തിരമാലകളോട് മല്ലിട്ടു. തങ്ങളുടെ കൺമുന്നിൽ തങ്ങളുടെ ലോകം മുഴുവൻ കടലിനടിയിലേക്ക് താഴ്ന്നുപോകുന്നത് അവർ നിസ്സഹായരായി നോക്കിനിന്നു. സഹയാത്രികരുടെ അവസാനത്തെ നിലവിളികൾ അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ ആ കപ്പൽ വ്യൂഹത്തിലെ മറ്റു കപ്പലുകൾ രക്ഷപ്പെട്ടവരെയും നഷ്ടപ്പെട്ടവരെയും തിരയാൻ തുടങ്ങി. സാന്താ മാർഗരിറ്റ എന്ന അറ്റോച്ചയുടെ സഹോദര കപ്പലും സമീപത്തായി മുങ്ങിയിരുന്നു. എന്നാൽ അതിന്റെ പാമരത്തിന്റെ ഒരറ്റം വെള്ളത്തിനു മുകളിൽ കാണാമായിരുന്നു. അടുത്ത ദിവസം മറ്റൊരു സ്പാനിഷ് കപ്പലായ സാന്താ ക്രൂസ് അറ്റോച്ചയുടെ ഒടിഞ്ഞ പാമരത്തിൽ പിടിച്ചുകിടന്ന 5 പേരെ കണ്ടെത്തി. അറ്റോച്ചയുടെയും അതിലെ 260 പേരുടെയും ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് ലോകം അറിയുന്നത് അവരിലൂടെയാണ്. സ്പാനിഷ് സാമ്രാജ്യത്തിന് അതൊരു കനത്ത ആഘാതമായിരുന്നു. സാമ്പത്തികമായി മാത്രമല്ല, മാനസികമായും. അവർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും നിധി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് അവർ തിരച്ചിൽ നടത്തി.
സാന്താ മാർഗരിറ്റയുടെ സ്ഥാനം കണ്ടെത്താനും അതിൽ നിന്ന് കുറച്ചു നിധികൾ വീണ്ടെടുക്കാനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ അറ്റോച്ച ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായിരുന്നു. ശക്തമായ കടലൊഴുക്കുകൾ അതിനെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ആർക്കും കണ്ടെത്താനായില്ല. മാസങ്ങൾ നീണ്ട ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവർ ആ ദൗത്യം ഉപേക്ഷിച്ചു. കാലക്രമേണ മറ്റൊരു ചുഴലിക്കാറ്റ് വന്ന് കടലിന്റെ അടിത്തട്ട് വീണ്ടും മാറ്റിമറിച്ചു. അറ്റോച്ചയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ കൂടുതൽ മണൽ വന്നു നിറഞ്ഞു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധിശേഖരങ്ങളിലൊന്ന് നൂറ്റാണ്ടുകൾ നീണ്ടുനിൽക്കുന്ന ഒരു ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. അറ്റോച്ചയുടെ കഥ ഒരു ഐതിഹ്യമായി, തലമുറകൾ കൈമാറി വരുന്ന ഒരു നഷ്ടപ്പെട്ട നിധിയുടെ കെട്ടുകഥയായി മാറി. അതിന്റെ സ്ഥാനം ഒരു രഹസ്യമായി കടലിന്റെ ഹൃദയത്തിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടു. ആ രഹസ്യം കണ്ടെത്താനായി ഒരു മനുഷ്യൻ അവതരിക്കുന്നതുവരെ 3.5 നൂറ്റാണ്ടുകാലം അത് അവിടെ ആഴങ്ങളിലെ ഇരുട്ടിൽ നിശബ്ദമായി കാത്തിരുന്നു. അറ്റോച്ച കടലിന്റെ അടിത്തട്ടിൽ അതിന്റെ അവസാന യുഗ്പോകനം കണ്ടെത്തിയപ്പോൾ മുകളിലെ ലോകം അതിന്റെ തിരക്കിട്ട യാത്ര തുടർന്നു. 17-ാം നൂറ്റാണ്ടിന്റെ പ്രതാപം 18-ാം നൂറ്റാണ്ടിന്റെ യുക്തിചിന്തയ്ക്ക് വഴിമാറി. പായ്ക്കപ്പലുകൾക്കു പകരം ആവിയുടെ കരുത്തിൽ ചലിക്കുന്ന ഇരുമ്പു ഭീമന്മാർ സമുദ്രങ്ങളെ ഭരിക്കാൻ തുടങ്ങി. സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിച്ചു. ഒരു കാലത്ത് അതിന്റെ കാൽക്കീഴിലായിരുന്ന കോളനികൾ സ്വാതന്ത്ര്യത്തിന്റെ കൊടി ഉയർത്തി. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം, 2 ലോകമഹായുദ്ധങ്ങൾ, ശീതയുദ്ധം, മനുഷ്യരാശിയുടെ രക്തരുക്ഷിതമായ അധ്യായങ്ങൾ കടന്നുപോയി. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി. ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം സാക്ഷിയായി അറ്റ്ലാന്റിക് സമുദ്രം മൗനമായി തിരയടിച്ചു. അതിന്റെ 55 അടി താഴ്ചയിൽ കാലത്തിന്റെ ഒരു തരിമ്പ് പോലും ഏൽക്കാതെ അറ്റോച്ച ഉറങ്ങിക്കിടന്നു. വർഷങ്ങൾ കടന്നുപോയെന്തോറും അറ്റോച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യം എന്നതിലുപരി ഒരു ഐതിഹ്യമായി രൂപാന്തരം പ്രാപിച്ചു. ഫ്ലോറിഡയിലെ തീരദേശ ഗ്രാമങ്ങളിലെ കള്ളുഷോപ്പുകളിൽ മുക്കുവർക്കിടയിൽ അതൊരു ഭയവും കൗതുകവും നിറഞ്ഞ കഥയായി. കൊടുങ്കാറ്റുള്ള രാത്രികളിൽ കടൽ അസാധാരണമായി പ്രക്ഷുബ്ധമാകുമ്പോൾ ചില വൃദ്ധന്മാർ പറയുമായിരുന്നു, അത് അറ്റോച്ചയുടെ ആത്മാവാണ്, അതിന്റെ നഷ്ടപ്പെട്ട നിധി തേടി അലയുകയാണ്. അതിന്റെ യഥാർത്ഥ സ്ഥാനം രേഖപ്പെടുത്തിയ ഭൂപടങ്ങൾ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ മൊഴികൾ കാലക്രമേണ വളച്ചൊടിക്കപ്പെട്ടു. അതൊരു പ്രേതകപ്പലിന്റെ കഥയായി കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു മായാലോകത്തിന്റെ സങ്കല്പമായി മാറി. സ്പെയിനിലെ പുരാരേഖാലയങ്ങളിൽ പൊടിപിടിച്ച താളുകൾക്കിടയിൽ അതിന്റെ യഥാർത്ഥ കഥ ഉറങ്ങിക്കിടുന്നു. ആ പൊടി തട്ടിമാറ്റി ആ പഴയ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിവുള്ള ഒരു സ്വപ്നജീവിയെയും കാത്ത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കാലിഫോർണിയയിലെ ഒരു കോഴി ഫാമിൽ മെൽവിൻ ആർതർ ഫിഷർ എന്ന മനുഷ്യൻ ജീവിച്ചിരുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ അയാൾ ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എപ്പോഴും ദൂരേക്ക് നോക്കുന്ന ഒരു ഭാവമുണ്ടായിരുന്നു. കരയിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം കടലിനു വേണ്ടി തുടിച്ചു. 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം സ്കൂബ ഡൈവിംഗ് എന്ന പുതിയ സാഹസിക വിനോദം പ്രചാരത്തിലായി തുടങ്ങിയ കാലം. മെൽ അതിന്റെ ആദ്യത്തെ പ്രചാരകരിൽ ഒരാളായി. അദ്ദേഹം ഒരു ഡൈവ് ഷോപ്പ് തുടങ്ങി. കടലിനടിയിലെ നിശബ്ദവും നിഗൂഢവുമായ ലോകം അദ്ദേഹത്തെ ഒരു കാന്തം പോലെ ആകർഷിച്ചു. 1963-ൽ ഫ്ലോറിഡയുടെ കിഴക്കൻ തീരത്ത് 1715-ൽ ഒരു ഭീകരമായ ചുഴലിക്കാറ്റിൽ തകർന്ന ഒരു സ്പാനിഷ് നിധിക്കപ്പൽ വ്യൂഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ഒരു ദൗത്യത്തിൽ അദ്ദേഹം പങ്കാളിയായി. ഒരു ദിവസം കടലിനടിയിൽ മണൽ നീക്കം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തണുത്ത ഭാരമുള്ള എന്തോ ഒന്ന് തടഞ്ഞു. മണൽ മാറ്റി നോക്കിയപ്പോൾ സൂര്യരശ്മി തട്ടി അത് തിളങ്ങി. ഒരു സ്വർണ്ണ നാണയം. 3 നൂറ്റാണ്ടുകളോളം കടലിനടിയിൽ കിടന്നിട്ടും അതിന്റെ തിളക്കത്തിന് ഒരു മങ്ങലും സംഭവിച്ചിരുന്നില്ല. ആ നിമിഷം മെൽ ഫിഷറിന്റെ ജീവിതം എന്നേക്കുമായി മാറി. അത് വെറുമൊരു നാണയമായിരുന്നില്ല, അതൊരു ലഹരിയായിരുന്നു. നിധിവേട്ടയുടെ അടങ്ങാത്ത ലഹരി. ആ ഒരു കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റി. അദ്ദേഹം തന്റെ കോഴിഫാം വിറ്റു കുടുംബത്തെയും കൂട്ടി ഫ്ലോറിഡയിലേക്ക് ചേക്കേറി. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോളോറസ് ഡിയോ, മക്കളായ ഡർക്ക്, കെയ്ൻ, കിം, മകൾ ടാഫി എന്നിവരെല്ലാം ആ സ്വപ്നത്തിന്റെ ഭാഗമായി. മെൽ ഫിഷർ ഒരു സാധാരണ നിധിവേട്ടക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന് പണത്തോട് ആർത്തിയായിരുന്നില്ല, മറിച്ച് സാഹസികതയോടും കണ്ടെത്തലിന്റെ ആവേശത്തോടുമായിരുന്നു പ്രിയം. ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ കണ്ടെത്തുക, നഷ്ടപ്പെട്ട കഥകൾക്ക് ജീവൻ നൽകുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അറ്റോച്ചയുടെ കഥ കേട്ട നിമിഷം മുതൽ മെൽ ഫിഷറിന് ഉറപ്പായിരുന്നു ഇതാണ് തന്റെ ജീവിത ദൗത്യമെന്ന്. എന്നാൽ ഒരു ഐതിഹ്യത്തെ പിന്തുടർന്ന് കടലിൽ തിരയുന്നത് അസാധ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൃത്യമായ തെളിവുകൾ വേണം. അതിനായി അദ്ദേഹം ചരിത്രകാരനായ യൂജിൻ ലയോണിന്റെ സഹായം തേടി. ലയോൺ സ്പെയിനിലെ സെവില്ലയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊളോണിയൽ കാലഘട്ട രേഖകളുടെ ശേഖരമായ ആർക്കൈവോ ഹെനറൽ ഡി ഇന്ത്യാസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ പൊടി പിടിച്ച ലക്ഷക്കണക്കിന് താളുകളുള്ള പുരാരേഖകൾക്കിടയിൽ ലയോൺ മാസങ്ങളോളം തിരഞ്ഞു. 17-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് കൈയെഴുത്ത് വായിക്കുക എന്നത് ശ്രമകരമായ ജോലിയായിരുന്നു. മങ്ങിയ മഷി, ചുരുക്കെഴുത്തുകൾ, പഴയ ഭാഷാപ്രയോഗങ്ങൾ, ഓരോ വാക്കും ഒരു രഹസ്യം പോലെയായിരുന്നു. ഒടുവിൽ ക്ഷമയോടെയുള്ള തിരച്ചിലിനൊടുവിൽ അദ്ദേഹം അത് കണ്ടെത്തി. അറ്റോച്ചയുടെ കാർഗോ മാനിഫെസ്റ്റ്, ചരക്ക് വിവരപ്പട്ടിക. ആ കടലാസ് താളുകൾ ഒരു നിധിയുടെ ഭൂപടം പോലെയായിരുന്നു. അതിൽ രേഖപ്പെടുത്തിയിരുന്ന കണക്കുകൾ അവിശ്വസനീയമായിരുന്നു. 901 വെള്ളിക്കട്ടികൾ, ഏകദേശം 24 ടൺ ഭാരം, 1,25,000-ത്തിലധികം വെള്ളി നാണയങ്ങൾ, പീസസ് ഓഫ് 8, 128 സ്വർണ്ണക്കട്ടികൾ, 70 അടിയോളം നീളമുള്ള സ്വർണ്ണ ചങ്ങലകൾ, 100 കണക്കിന് ചെത്തിമിനുക്കാത്ത മരതകക്കല്ലുകൾ. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമായിരുന്നു.
കള്ളക്കടത്തായി കടത്തിയ നിധികൾ ഇതിലും എത്രയോ അധികമായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. രക്ഷപ്പെട്ടവർ നൽകിയ മൊഴികളിൽ നിന്ന് കപ്പൽ മുങ്ങിയത് മാർക്വസാസ് കീസ് എന്ന ദ്വീപുകൾക്ക് സമീപമാണെന്ന് വ്യക്തമായി. എന്നാൽ ആ സമീപം എന്ന വാക്ക് 100 കണക്കിന് ചതുരശ്ര മൈൽ കടലാണ്. എങ്കിലും മെൽ ഫിഷറിന് അതൊരു തുടക്കമായിരുന്നു. ഒരു ഐതിഹ്യം ഇപ്പോൾ ഒരു ചരിത്ര സത്യമായി മാറിയിരിക്കുന്നു. 1969 ഈ രേഖകളുടെ പിൻബലത്തിൽ മെൽ ഫിഷർ ട്രഷർ സാൽവേസ് ഇങ്ക് എന്ന കമ്പനി ആരംഭിച്ച് തന്റെ ചരിത്രപരമായ തിരച്ചിലിന് തുടക്കം കുറിച്ചു. ഒരു അഴയ ബോട്ട് വാങ്ങി അതിനെ ഒരു ഗവേഷണശാലയാക്കി മാറ്റി. കടലിന്റെ അടിത്തട്ടിലെ ലോഹ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രോട്ടോൺ മാഗ്നറ്റോമീറ്റർ ആയിരുന്നു അവരുടെ പ്രധാന ഉപകരണം. ബോട്ട് ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാഗ്നറ്റോമീറ്റർ അടിത്തട്ടിലെ കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തും. ഒരു വലിയ ലോഹവസ്തു ഉണ്ടെങ്കിൽ മീറ്ററിലെ സൂചി കുത്തനെ ഉയരും. അതായിരുന്നു അവരുടെ ദിനചര്യ. സൂര്യൻ ഉദിക്കുമ്പോൾ അവർ കടലിലേക്ക് പോകും. ബോട്ട് ഒരു പുൽത്തൊക്കിട വെട്ടുന്ന യന്ത്രം പോലെ കടലിനെ വരിവരിയായി സ്കാൻ ചെയ്യും. ദിവസവും രാവിലെ മെൽ ഫിഷർ തന്റെ ടീമിനോട് ഒരേ വാക്കുകൾ പറയും: ടുഡേസ് ദ ഡേ, ഇന്നാണ് ആ ദിവസം. ആദ്യമൊക്കെ ആ വാക്കുകൾ എല്ലാവരിലും ആവേശം നിറച്ചു. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളും, മാസങ്ങൾ വർഷങ്ങളുമായി മാറി. ആ വാക്കുകൾക്ക് ഒരു പതിവ് പല്ലവിയുടെ മടുപ്പ് വന്നു തുടങ്ങി. മാഗ്നറ്റോമീറ്റർ സിഗ്നൽ നൽകുമ്പോഴെല്ലാം അവരുടെ ഹൃദയം പടപടാ ഇടിക്കും. ഇത്തവണ അറ്റോച്ചയാകുമോ എന്ന പ്രതീക്ഷയോടെ ഡൈവർമാർ വെള്ളത്തിലേക്ക് ചാടും. എന്നാൽ പലപ്പോഴും അവരെ കാത്തിരുന്നത് നിരാശയായിരുന്നു. ഒരു പഴയ മീൻവല, ഒരു എഞ്ചിന്റെ ഭാഗം, 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു ബോംബ്, സ്പാനിഷ് കപ്പലുകളുടേതല്ലാത്ത അവശിഷ്ടങ്ങൾ. ഓരോ തവണയും പ്രതീക്ഷ തകരും. സാമ്പത്തികമായി അവർ തകർന്നു. നിക്ഷേപകർ ക്ഷമയില്ലാതെയായി. പണം ചോദിക്കാൻ തുടങ്ങി. മെൽ ഫിഷർ തന്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി. മെല്ലൊരു കിറുക്കനാണ്, അയാൾ ഒരു മരീചികയ്ക്ക് പിന്നാലെ പായുകയാണ് എന്ന് ആളുകൾ അടക്കം പറഞ്ഞു. പ്രാദേശിക പത്രങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി കാർട്ടൂണുകൾ വരച്ചു. എന്നാൽ മെൽ ഫിഷറിന്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയില്ല. എനിക്കറിയാം, അതവിടെയുണ്ട്, എനിക്കത് കഴിയും, അദ്ദേഹം പറയുമായിരുന്നു. തിരച്ചിൽ വർഷങ്ങൾ നീണ്ടപ്പോൾ അവരൊരു പ്രധാന വെല്ലുവിളി നേരിട്ടു. കടലിന്റെ അടിത്തട്ടിൽ 10-15 അടി കനത്തിൽ മണൽ അടിഞ്ഞുകൂടിയിരുന്നു. മാഗ്നറ്റോമീറ്ററിന് കണ്ടെത്താൻ കഴിയാത്ത വസ്തുക്കൾ പോലും ഈ മണലിനടിയിലുണ്ടാകാം. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മെൽ ഫിഷറിന്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി ഒരു പുതിയ ഉപകരണം കണ്ടുപിടിച്ചു: മെയിൽ ബോക്സ് ബ്ലാസ്റ്റർ. ബോട്ടിന്റെ പ്രൊപ്പല്ലറുകൾക്ക് പിന്നിൽ ഘടിപ്പിച്ച തപാൽ പെട്ടിയുടെ ആകൃതിയിലുള്ള 2 വലിയ പൈപ്പുകളായിരുന്നു അത്. ബോട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രൊപ്പല്ലറുകൾ വെള്ളത്തെ അതിശക്തമായി താഴേക്ക് തള്ളും. ഈ ശക്തിയേറിയ ജലപ്രവാഹം ഒരു കുഴിബോംബ് പോലെ മണലിനെ 4 പാടും തെറിപ്പിക്കും, അടിത്തട്ടിലെ വസ്തുക്കളെ വെളിവാക്കും. ഈ പുതിയ ഉപകരണം ഒരു വിപ്ലവമായിരുന്നു. 1973 അവർക്ക് ആദ്യത്തെ യഥാർത്ഥ സൂചന ലഭിച്ചു. ഒരു പീരങ്കി. അത് 17ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് നിർമ്മിതമാണെന്ന് വ്യക്തമായി. എന്നാൽ അത് അറ്റോച്ചയുടേത് തന്നെയാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 1975 മെൽ ഫിഷറിന്റെ മൂത്ത മകൻ ഡർക്ക് ഫിഷർ 3 ഭാരമേറിയ വെള്ളിക്കട്ടികൾ കണ്ടെത്തി. അവയിലെ മുദ്രകൾ യൂജീൻ ലയോൺ പരിശോധിച്ചു. ആ നിമിഷം ചരിത്രപരമായിരുന്നു. അതെ, അത് അറ്റോച്ചയുടെ മാനിഫെസ്റ്റിൽ രേഖപ്പെടുത്തിയ അതേ മുദ്രകളായിരുന്നു. ആഘോഷം അമ്പരത്തോളം ഉയർന്നു. 16 വർഷത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. തങ്ങൾ ശരിയായ ദിശയിലാണ്. നിധിയുടെ ഒരു അടയാള വഴി തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കപ്പൽ മുങ്ങിയപ്പോൾ ചിതറിപ്പോയ വസ്തുക്കളുടെ ഒരു പാത. ആ പാത പിന്തുടർന്നാൽ മദർ ലോഡ്, കപ്പലിന്റെ പ്രധാന ഭാഗം കണ്ടെത്താനാകും. എന്നാൽ വിധി അവരെ പരീക്ഷിക്കുകയായിരുന്നു. വിജയാഘോഷത്തിന്റെ ലഹരി മായും മുൻപേ ആ ദുരന്തം സംഭവിച്ചു. 1975 ജൂലൈ 20 അറ്റോച്ചിയുടെ ആദ്യത്തെ വെള്ളിക്കട്ടികൾ കണ്ടെത്തിയ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഡർക്ക് ഫിഷറും അദ്ദേഹത്തിന്റെ ഭാര്യ ഏഞ്ചലും മറ്റൊരു ഡൈവറായ റിക്ക് ഗേജും തങ്ങളുടെ ബോട്ടായ നോർത്ത് വിൻഡിൽ ഉറങ്ങുകയായിരുന്നു. രാത്രിയിൽ ബോട്ടിലെ ഒരു പമ്പ് തകരാറിലായി വെള്ളം കയറാൻ തുടങ്ങി. ആരും ഉണർന്നില്ല. ശാന്തമായി ഉറങ്ങിക്കൊണ്ട് ആ ബോട്ട് കടലിന്റെ അടിയിലേക്ക് താണു. പിറ്റേന്ന് രാവിലെ മെൽ ഫിഷർ റേഡിയോയിലൂടെ തന്റെ മകനെ വിളിച്ചു. മറുപടിയില്ല. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അവർ ആ കാഴ്ച കണ്ടു. കടലിനടിയിൽ നിശ്ചലമായി കിടക്കുന്ന നോർത്ത് വിൻഡ്. മെൽ ഫിഷർ തകർന്നുപോയി. തന്റെ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന മകൻ അതേ സ്വപ്നത്താൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ ദൗത്യം ഉപേക്ഷിക്കുകയാണ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ മകന്റെ ജീവനേക്കാൾ വലുതല്ല ഒരു നിധിയും. ആ നിമിഷം 16 വർഷത്തെ കഠിനാധ്വാനം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ദുഃഖത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മെൽ ഫിഷർ ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു. തന്റെ മകളുടെ വാക്കുകൾ അദ്ദേഹത്തിന് ശക്തി നൽകി. അച്ഛാ, ഡർക്ക് ഇത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കില്ല. അവൻ തുടങ്ങിയത് നമ്മൾ പൂർത്തിയാക്കണം. ആ വാക്കുകൾ ഒരു തീപ്പൊരിയായിരുന്നു. മെൽ ഫിഷറിന്റെ ദുഃഖം ഒരു ശപഥമായി മാറി. ഇപ്പോൾ ഇത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയുള്ള തിരച്ചിലല്ല. ഇത് തന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തീർത്ഥാടനമാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ്, അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ വാക്കുകളിൽ മുൻപത്തേക്കാൾ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ദുരന്തത്തിന് ശേഷവും വെല്ലുവിളികൾ അവസാനിച്ചില്ല. ഫ്ലോറിഡ സംസ്ഥാനം മെൽ ഫിഷർ കണ്ടെത്തിയ നിധികൾക്കെല്ലാം അവകാശം വാദിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചു. അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം തങ്ങളുടെ അധികാര പരിധിയിലുള്ള സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തുന്ന പുരാവസ്തുക്കൾ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഇത് മെൽ ഫിഷറിനെ വീണ്ടും തളർത്തി. കടലിൽ മാത്രമല്ല, കരയിലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. വർഷങ്ങളോളം ആ നിയമയുദ്ധം നീണ്ടു. ഫിഷറിന്റെ പണമെല്ലാം വക്കീലന്മാർക്ക് നൽകി തീർന്നു. ഒരു ഘട്ടത്തിൽ കോടതി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് അവരുടെ ബോട്ടുകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. എന്നാൽ മെൽ ഫിഷർ പിന്മാറിയില്ല. അതിനുശേഷം 8 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ 1982
US സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി പ്രഖ്യാപിച്ചു. മെൽ ഫിഷറിന് താൻ കണ്ടെത്തിയ നിധിയുടെ പൂർണ്ണ അവകാശമുണ്ട്. അതൊരു വലിയ വിജയമായിരുന്നു. അവസാനത്തെ തടസ്സവും നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കടൽ മാത്രം. 16 വർഷത്തെ കാത്തിരിപ്പ്, ഒരു മകന്റെ ജീവന്റെ വില, എണ്ണമറ്റ സാമ്പത്തിക നഷ്ടങ്ങൾ, പരിഹാസങ്ങൾ, നിയമയുദ്ധങ്ങൾ എല്ലാം ഒരു ബിന്ദുവിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. മെൽ ഫിഷർ ഇപ്പോൾ പ്രായമേറിയ, മുടി നരച്ച, മുഖത്ത് ദുഃഖത്തിന്റെ ചുളിവുകളുള്ള ഒരു മനുഷ്യനായി മാറിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കത്തിന് ഒരു മങ്ങലും സംഭവിച്ചിരുന്നില്ല. ടുഡേസ് ദ ഡേ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. കടൽ ഇത്രയും കാലം തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ ആ വലിയ രഹസ്യം വെളിവാക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. കാത്തിരിപ്പിന്റെ അവസാന നാളുകളായിരുന്നു അത്. 1985 വേനൽക്കാലം ഫ്ലോറിഡയുടെ തീരത്ത് പതിവ് പോലെ ചൂടും ഈർപ്പവും നിറഞ്ഞു നിന്നു. എന്നാൽ കീ വെസ്റ്റിലെ ട്രഷർ സാൽവേഴ്സ് ആസ്ഥാനത്ത് വായുവിൽ ഒരുതരം അന്ത്യപ്രതീക്ഷയുടെയും കടുത്ത സമ്മർദ്ദത്തിന്റെയും ഗന്ധമുണ്ടായിരുന്നു. 16 വർഷങ്ങൾ, ഒരു തലമുറയുടെ ദൈർഘ്യം. മെൽ ഫിഷർ എന്ന മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ ഒരു സ്വപ്നത്തിനു പിന്നാലെ ഹോമിച്ചിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുടിയിഴകളിൽ വെള്ളി പടർന്നു. മുഖത്തെ ചുളിവുകൾ ഓരോ വർഷത്തെയും നിരാശയുടെയും നഷ്ടത്തിന്റെയും കഥകൾ പറഞ്ഞു. സാമ്പത്തികമായി അവർ അക്ഷരാർത്ഥത്തിൽ തകർന്നിരുന്നു. നിക്ഷേപകർ അവസാനത്തെ ക്ഷമയും നശിച്ച് പിന്മാറിയിരുന്നു. ജീവനക്കാർ മാസങ്ങളോളം ശമ്പളമില്ലാതെ മെൽ ഫിഷർ എന്ന ഒറ്റയാന്റെ ഭ്രാന്തമായ വിശ്വാസത്തിൽ മാത്രം പിടിച്ചുതൂങ്ങി ജോലി ചെയ്യുകയായിരുന്നു. കടലിൽ ഡോൺലെസ് എന്ന അവരുടെ പ്രധാന തിരച്ചിൽ ബോട്ടിൽ അന്തരീക്ഷം ഇതിലും മുറുകിയിരുന്നു. മെൽ ഫിഷറിന്റെ ഇളയ മകനായ കെയ്ൻ ഫിഷറായിരുന്നു ഇപ്പോൾ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. 10 വർഷം മുൻപ് ഇതേ ദൗത്യത്തിൽ വെച്ച് തന്റെ ജ്യേഷ്ഠൻ ഡർക്കിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നഷ്ടപ്പെട്ടതിന്റെ വേദന കെയ്നിന്റെ ഹൃദയത്തിൽ ഒരു കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ദിവസവും കടലിലേക്ക് പോകുമ്പോൾ അതൊരു ജോലിയായിരുന്നില്ല, അതൊരു ശപഥം നിറവേറ്റലായിരുന്നു. തന്റെ പിതാവിന്റെ സ്വപ്നം, തന്റെ സഹോദരന്റെ ജീവത്യാഗം, അതിന്റെ എല്ലാം ഭാരം ആ യുവാവിന്റെ ചുമലുകളിലായിരുന്നു. അവർ ഇപ്പോൾ തിരയുന്നത് അറ്റോച്ചയുടെ അടയാള വഴി പിന്തുടർന്നായിരുന്നു. വർഷങ്ങളായി അവർ കണ്ടെത്തിയ ഓരോ ചെറിയ വസ്തുവും ഒരു പീരങ്കിയുണ്ട, ഒരു പാത്രത്തിന്റെ കഷ്ണം, ഒരു വെള്ളി സ്പൂൺ, ഒരു ഭൂപടത്തിലെ അടയാളങ്ങൾ പോലെയായിരുന്നു. ചരിത്രകാരൻ യൂജിൻ ലയോണിന്റെ ഗവേഷണമനുസരിച്ച് കപ്പൽ മുങ്ങുമ്പോൾ ഭാരമേറിയ വസ്തുക്കൾ ആദ്യം താഴേക്ക് പോകും, ഭാരം കുറഞ്ഞവ കൂടുതൽ ദൂരം ഒഴുകിപ്പോകും. ഈ സിദ്ധാന്തമനുസരിച്ച് അവർ കണ്ടെത്തുന്ന വസ്തുക്കളുടെ ഭാരം കൂടുന്നതനുസരിച്ച് അവർ മദർ ലോഡിലേക്ക്, അഥവാ കപ്പലിന്റെ പ്രധാന അവശിഷ്ടങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനത്തെ ഏതാനും ആഴ്ചകളായി ഈ വഴി കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരുന്നു. അവർ കണ്ടെത്തുന്ന വസ്തുക്കൾ കൂടുതൽ വലുതും വിലപിടിപ്പുള്ളതുമായി മാറി. ഒരു സ്വർണ്ണ നാണയം, പിന്നെ ഒരു മരതകം പതിച്ച സ്വർണ്ണമോതിരം. ഓരോ കണ്ടെത്തലും അവരുടെ സിരകളിൽ പുതിയ ഊർജം പകർന്നു. നമ്മൾ വളരെ അടുത്താണ് എന്ന് കെയ്ൻ തന്റെ ടീമിനോട് പറയുമായിരുന്നു. എനിക്കത് ചൂസ്തുവാൻ കഴിയുന്നുണ്ട്. അവരുടെ തിരച്ചിൽ രീതി ലളിതവും എന്നാൽ ക്ഷമ പരീക്ഷിക്കുന്നതുമായിരുന്നു. കടലിന്റെ ഒരു പ്രത്യേക ഭാഗം തിരഞ്ഞെടുത്ത് ഒരു പുൽത്തകിടി വെട്ടുന്ന യന്ത്രം പോലെ ബോട്ട് വരിവരിയായി മുന്നോട്ടും പിന്നോട്ടും ഓടിക്കും. ബോട്ടിന് താഴെ ഘടിപ്പിച്ച മാഗ്നറ്റോമീറ്റർ അടിത്തട്ടിലെ ലോഹ സാന്നിധ്യം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. മെയിൽ ബോക്സ് ബ്ലാസ്റ്റർ ഉപയോഗിച്ച് അവർ തന്ത്രപ്രധാനമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെ മണൽ നീക്കം ചെയ്യും. ഓരോ ദിവസവും ഒരേ ജോലി, പ്രതീക്ഷ, പിന്നെ നിരാശ. ഈ ചക്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ടുഡേസ് ദ ഡേ എന്ന മെൽ ഫിഷറിന്റെ പ്രശസ്തമായ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ സ്വരമായിരുന്നു. പരിപക്ഷേ ഇതായിരിക്കാം അവസാനത്തെ ശ്രമം. ഇനിയുമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ 16 വർഷത്തെ സ്വപ്നം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും. 1985 ജൂലൈ 20, ഒരു സാധാരണ ശനിയാഴ്ച. ഡോൺലെസ് ബോട്ടിലെ ഡൈവർമാരായ ആൻഡി മട്രോസിയും ഗ്രെഗ് വെയർഹാമും പതിവ് പോലെ കടലിൽ തിരച്ചിലായിരുന്നു. കെയ്ൻ ഫിഷർ ബോട്ടിന്റെ നിയന്ത്രണവുമായി ക്യാപ്റ്റന്റെ ക്യാബിനിലിരുന്നു. മാഗ്നറ്റോമീറ്ററിന്റെ മോണിറ്ററിലേക്ക് നോക്കി അതിന്റെ സൂചികളുടെ നേരിയ ചലനങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിച്ചു. പെട്ടെന്ന് സൂചി അസ്വാഭാവികമായി ഉയർന്നു. അതൊരു വലിയ സിഗ്നലായിരുന്നു. വർഷങ്ങളുടെ അനുഭവം അവരെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: എല്ലാ വലിയ സിഗ്നലുകളും നിധിയാവണമെന്നില്ല. അതൊരു പഴയ എഞ്ചിനോ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആങ്കറോ ആകാം. എങ്കിലും കെയ്നിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആൻഡി, ആ കോർഡിനേറ്റുകളൊന്ന് പരിശോധിക്കൂ, അദ്ദേഹം റേഡിയോയിലൂടെ നിർദ്ദേശം നൽകി. ആൻഡി മെട്രോസി ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. വെള്ളത്തിനടിയിൽ മെയിൽ ബോക്സ് ഇതിനകം തന്നെ ഒരു വലിയ കുഴി രൂപപ്പെടുത്തിയിരുന്നു. ആൻഡി ആ കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആദ്യം കണ്ടത് സാധാരണ കാഴ്ചയായിരുന്നു: മണൽ, ചിപ്പികൾ, പാറക്കഷ്ണങ്ങൾ. എന്നാൽ പിന്നെ അദ്ദേഹം അത് കണ്ടു. അതൊരു പാറക്കൂട്ടം പോലെയായിരുന്നു. പക്ഷേ അതിന്റെ രൂപത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കറുത്ത ഉരുണ്ട കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചതുപോലെ. കപ്പലുകളിലെ അടിത്തട്ടിൽ ഭാരം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ബാലസ്റ്റ് സ്റ്റോൺസ് ആയിരുന്നു അത്. ഒരു പുരാവസ്തു വ്യാഖ്യാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർണ്ണഖനിയേക്കാൾ വലിയ അടയാളമാണ്. കാരണം ബാലസ്റ്റ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കപ്പലിന്റെ അടിത്തട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ആൻഡി ആവേശത്തോടെ ആ കല്ലുകൾക്കിടയിൽ പരതി. അപ്പോഴാണ് ഒരു കല്ലിനടിയിൽ നിന്ന് എന്തോ ഒന്ന് വെട്ടിത്തിളങ്ങിയത്. അദ്ദേഹം അതെടുത്തു. അതൊരു വെള്ളി നാണയമായിരുന്നു. പിന്നെ മറ്റൊന്ന്, പിന്നെയും ഒന്ന്. അദ്ദേഹം ചുറ്റും നോക്കി. ആ പാറക്കൂട്ടം യഥാർത്ഥത്തിൽ പാറയായിരുന്നില്ല. അത് നൂറുകണക്കിന് വെള്ളിക്കട്ടകൾ കാലത്തിന്റെ പ്രവാഹത്തിൽ ഒന്നിനോടൊന്ന് ഒട്ടിച്ചേർന്ന് പവിഴപ്പുറ്റുകൾ മൂടി ഒരു കുന്നായി മാറിയതാണ്. ഒരു നിധിയുടെ പവിഴപ്പുറ്റ്, എ റീഫ് ഓഫ് ട്രഷർ. ആൻഡിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയതുപോലെ തോന്നി. അയാൾ മുകളിലേക്ക് കുതിച്ചു. ബോട്ടിന്റെ പടിയിൽ തലവെച്ച് അലറി വിളിച്ചു, ഇതാണ് സ്ഥലം, എല്ലാം ഇവിടെയുണ്ട്, എല്ലാം ഇവിടെയുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. ബോട്ടിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. പിന്നെ അതൊരു ആനന്ദത്തിന്റെ സ്ഫോടനമായി മാറി. ആളുകൾ പരസ്പരം കെട്ടിപ്പിടിച്ചു, ആർത്തുവിളിച്ചു. കെയ്ൻ ഫിഷർ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. 16 വർഷത്തെ കാത്തിരിപ്പ്,
തന്റെ പിതാവിന്റെ ജീവിതം, തന്റെ സഹോദരന്റെ മരണം എല്ലാം ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ മിന്നിമായുന്നതുപോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം റേഡിയോയുടെ അടുത്തേക്ക് ഓടി. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം മൈക്കെടുത്തു. മറുവശത്ത് കീ വെസ്റ്റിലെ ആസ്ഥാനത്ത് മെൽ ഫിഷർ തന്റെ പതിവ് പ്രഭാത ദിനചര്യകളിലായിരുന്നു. റേഡിയോ ശബ്ദിച്ചപ്പോൾ അതൊരു സാധാരണ റിപ്പോർട്ടായിരിക്കുമെന്നേ അദ്ദേഹം കരുതിയുള്ളൂ. അച്ഛാ, എന്താ മോനെ, എന്തെങ്കിലും കിട്ടിയോ? മെൽ ഫിഷറിന്റെ ശബ്ദത്തിൽ പതിവാകാംക്ഷ. കെയ്ൻ ഒരു നിമിഷം മൗനമായി. എന്തു പറയണം? എങ്ങനെ ഈ നിമിഷത്തെ വാക്കുകളിൽ ഒതുക്കും? പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തുവന്നു. വളരെ ലളിതമായ, എന്നാൽ ഒരു യുഗത്തിന്റെ കാത്തിരിപ്പ് മുഴുവൻ ഉൾക്കൊണ്ട വാക്കുകൾ. പുട്ടവേദ ചാർട്ട്സ് ഡാഡ്, വി ഹാവ് ഫൗണ്ട് ദ മെയിൻ പൈൽ. മലയാളത്തിൽ, ചാർട്ടുകളൊക്കെ മാറ്റിവെച്ചോളൂ അച്ഛാ, നമ്മൾ പ്രധാന കൂമ്പാരം കണ്ടെത്തിയിരിക്കുന്നു. ആ വാക്കുകൾ റേഡിയോയിലൂടെ കീ വെസ്റ്റിലെ ആസ്ഥാനത്ത് മുഴങ്ങി. ഒരു നിമിഷം ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. മെൽ ഫിഷർ നിശ്ചലനായി നിന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറിന് ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. ചാർട്ടുകളൊക്കെ മാറ്റിവെക്കുക, അതിന്റെ അർത്ഥം തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. പ്രധാന കൂമ്പാരം, അതിന്റെ അർത്ഥം ഇത് വെറുമൊരു നാണയമോ വെള്ളിക്കെട്ടിയോ അല്ല, ഇത് അറ്റോച്ചയുടെ ഹൃദയമാണ്. പിന്നെ ആ നിശബ്ദത ഒരു പൊട്ടിത്തറയ്ക്ക് വഴിമാറി. മെൽ ഫിഷർ ഒരു കുട്ടിയെപ്പോലെ ആർത്തു വിളിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി. നമ്മൾ കണ്ടെത്തി, നമ്മൾ കണ്ടെത്തി, 16 വർഷത്തിന് ശേഷം നമ്മളത് കണ്ടെത്തി. അദ്ദേഹം അലറി വിളിച്ചു. സന്തോഷം കൊണ്ട് അദ്ദേഹം കരയുകയായിരുന്നു. അത് വിജയത്തിന്റെ കണ്ണുനീരായിരുന്നു. പരിഹസിച്ചവരോടും സംശയിച്ചവരോടുമുള്ള മറുപടിയായിരുന്നു. തന്റെ മകൻ ഡർക്കിനുള്ള ഏറ്റവും വലിയ സ്മാരകമായിരുന്നു. ആ വാർത്ത കാട്ടുതീ പോലെ കീ വെസ്റ്റിൽ പടർന്നു പിടിച്ചു. ആളുകൾ തെരുവിലിറങ്ങി. ട്രഷർ സാൽവേസ് ആസ്ഥാനത്തേക്ക് ഓടിക്കൂടി. ബോട്ടുകൾ ഹോൺ മുഴക്കി. അതൊരു നഗരത്തിന്റെ മുഴുവൻ ഉത്സവമായി മാറി. അതേസമയം കടലിൽ കെയ്നും സംഘവും ആ അത്ഭുത ലോകം കൺകുളിർക്കെ കാണുകയായിരുന്നു. അവർ വീണ്ടും ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ഇപ്പോൾ അതൊരു തിരച്ചിലായിരുന്നില്ല, ഒരു തീർത്ഥാടനമായിരുന്നു. കാഴ്ച അവിശ്വസനീയമായിരുന്നു. 350 വർഷം മുൻപ് ഒരു ദുരന്തത്തിൽ ചിതറിപ്പോയ ഒരു ലോകം അവിടെ കൺമുന്നിൽ. വെള്ളി, സ്വർണം, മരതകം എന്നിവയുടെ ഒരു വർണ്ണപ്രപഞ്ചം. 100 കണക്കിന് വെള്ളിക്കട്ടികൾ ഒന്നിനു മുകളിൽ ഒന്നായി ഒരു മല പോലെ കിടക്കുന്നു. ഓരോന്നിനും ഏകദേശം 35 കിലോഗ്രാം ഭാരം. അവയുടെ മുകളിൽ സ്പാനിഷ് രാജാവിന്റെ മുദ്രകൾ ഇപ്പോഴും വ്യക്തമായി കാണാമായിരുന്നു. ലക്ഷക്കണക്കിന് വെള്ളി നാണയങ്ങൾ, അഥവാ പീസസ് ഓഫ് 8, മണലിൽ ഒരു പുഴ പോലെ ഒഴുകിപ്പരന്നു കിടക്കുന്നു. ഓരോ തിരയിളക്കത്തിലും അവ വെട്ടിത്തിളങ്ങുന്നു. മണലിനിടയിൽ നിന്ന് സ്വർണ്ണക്കട്ടികൾ, സ്വർണ്ണ ചങ്കലകൾ, സ്വർണ്ണത്തിൽ തീർത്ത പാത്രങ്ങൾ എന്നിവ തലനീട്ടി നിൽക്കുന്നു. ഒരു സ്വർണ്ണ പാനപാത്രം അഥവാ ചാലിസ് അതിന്റെ പൂർണ്ണമായ പ്രൗഢിയോടെ മണലിൽ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇവിടെയുമായി ഇരുണ്ട മണലിന് വിപരീതമായി മരതകക്കല്ലുകൾ പച്ച നിറത്തിൽ തിളങ്ങുന്നു. ചിലത് അസംസ്കൃത കല്ലുകളായിരുന്നു, മറ്റു ചിലത് മനോഹരമായ ആഭരണങ്ങളുടെ ഭാഗമായിരുന്നു. അത് വെറുമൊരു നിധിയുടെ ശേഖരമായിരുന്നില്ല, അതൊരു ടൈം ക്യാപ്സ്യൂളായിരുന്നു. 1622 ഒരു ദിവസം പെട്ടെന്ന് മരഞ്ഞുപോയതുപോലെ ഒരു കപ്പിത്താന്റെ പേഴ്സണൽ വെള്ളിപ്പാത്രങ്ങൾ, ഒരു നാവികന്റെ പിച്ചള കൊണ്ടുള്ള ദിശയന്ത്രം, കപ്പലിന്റെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സെറാമിക് പാത്രങ്ങൾ. ഓരോ വസ്തുവിനും ഒരു കഥ പറയാനുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം മെൽ ഫിഷർ ഒരു ബോട്ടിൽ ആ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. തന്റെ 63-ാം വയസ്സിൽ അദ്ദേഹം ഡൈവിംഗ് സ്യൂട്ട് അണിഞ്ഞ് വെള്ളത്തിലിറങ്ങി. 16 വർഷം താൻ ഏത് സ്വപ്നത്തെയാണോ പിന്തുടർന്നത്, അത് അദ്ദേഹം തന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. അദ്ദേഹം ഒരു വെള്ളിക്കട്ടിയിൽ തൊട്ടു, ഒരു സ്വർണ്ണ നാണയം കയ്യിലെടുത്തു. മണലിൽ മുട്ടുകുത്തിയിരുന്ന് അദ്ദേഹം കരഞ്ഞു. അത് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും കണ്ണുനീരായിരുന്നു. ലോകം മുഴുവൻ ആ കണ്ടുപിടുത്തത്തെ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. ഒരു മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹവും തോൽക്കാൻ തയ്യാറാവാത്ത മനോഭാവവും ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധിവേട്ടകളിൽ ഒന്നിന് തിരശ്ശീലയിട്ട ആ നിമിഷം സാഹസികതയുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി മാറി. അറ്റോച്ച നൂറ്റാണ്ടുകളുടെ ഉറക്കത്തിനു ശേഷം വീണ്ടും ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ അതിന്റെ കഥ ഇവിടം കൊണ്ടും അവസാനിച്ചിരുന്നില്ല. അതൊരു ലളിതമായ എടുക്കൽ പ്രക്രിയയായിരുന്നില്ല. ഓരോ വസ്തുവും എവിടെ നിന്ന് ലഭിച്ചുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത് മാപ്പ് ചെയ്ത ശേഷമാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഓരോ വസ്തുവിന്റെയും സ്ഥാനം, കപ്പൽ എങ്ങനെയാണ് തകർന്നതെന്നും അതിന്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് ചിതറിപ്പോയതെന്നും മനസ്സിലാക്കാൻ സഹായിക്കുമായിരുന്നു. കടലിനടിയിൽ നിന്ന് മുകളിലെത്തിച്ച നിധികൾ കീ വെസ്റ്റിലെ അവരുടെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വിദഗ്ധരുടെ ഒരു സംഘം അവയെ ശുദ്ധീകരിക്കാനും സംരക്ഷിക്കാനും തുടങ്ങി. 350 വർഷത്തെ ഉപ്പുവെള്ളത്തിലെ വാസം ഓരോ വസ്തുവിലും അതിന്റെ അടയാളങ്ങൾ പതിപ്പിച്ചിരുന്നു. വെള്ളിക്കട്ടികളും നാണയങ്ങളും കറുത്ത നിറത്തിലുള്ള സിൽവർ സൾഫൈഡ് കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഇലക്ട്രോലിറ്റിക് റിഡക്ഷൻ എന്ന പ്രക്രിയയിലൂടെ ആ കറുത്ത പാട നീക്കം ചെയ്ത് അവയുടെ യഥാർത്ഥ വെള്ളി നിറം വീണ്ടെടുത്തു. സ്വർണത്തിന് കാലം ഒരു പോരൽ പോലും ഏൽപ്പിച്ചിരുന്നില്ല. അത് കടലിനടിയിൽ നിന്ന് കിട്ടിയപ്പോഴും 1622 നിർമ്മിച്ചതുപോലെ തന്നെ തിളങ്ങിയിരുന്നു. മരതകം. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് മരതകങ്ങളായിരുന്നു. അവയുടെ സ്വാഭാവികമായ വിള്ളലുകളിൽ ഉപ്പുവെള്ളം കയറി ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടിരുന്നു. വളരെ ശ്രദ്ധയോടെ ആ ഉപ്പ് നീക്കം ചെയ്തില്ലെങ്കിൽ കല്ലുകൾ പൊടിഞ്ഞു പോകുമായിരുന്നു. മറ്റു വസ്തുക്കൾ. തടി, തുകൽ, തുണിത്തരങ്ങൾ പോലുള്ള നശിച്ചുപോകുന്ന വസ്തുക്കൾ അവയുടെ ഘടന നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക രാസലായനികളിൽ വർഷങ്ങളോളം സൂക്ഷിച്ചാണ് സംരക്ഷിച്ചത്. ഈ പ്രക്രിയയിലൂടെ അറ്റോച്ചയുടെ സമ്പത്ത് അതിന്റെ മുഴുവൻ പ്രൗഢിയുടെയും പുനർജനിച്ചു. ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ഏകദേശം 40 ടൺ വെള്ളിയും സ്വർണവും, 1,00,000-ലധികം വെള്ളി നാണയങ്ങൾ, ആയിരക്കണക്കിന് മരതകങ്ങൾ, 1000-ഓളം വെള്ളിക്കട്ടികൾ, സ്വർണത്തിൽ തീർത്ത പാത്രങ്ങൾ, മതപരമായ രൂപങ്ങൾ, ആഭരണങ്ങൾ. മൊത്തം മൂല്യം
$450 മില്യൺ ഡോളറിലധികം അന്നത്തെ കണക്കനുസരിച്ച് വരുമെന്ന് കണക്കാക്കപ്പെട്ടു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ നിധിവേട്ടയായിരുന്നു അത്. നിധി കണ്ടെത്തിയതോടെ മെൽ ഫിഷറിന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതിയവർക്ക് തെറ്റി. ഫ്ലോറിഡ സംസ്ഥാനം വീണ്ടും രംഗത്തെത്തി. അവർ വാദിച്ചത് ഫിഷർ കണ്ടെത്തിയ നിധി ഞങ്ങളുടെ അധികാരപരിധിയിലുള്ള സമുദ്രഭാഗത്താണ് എന്നാണ്. അതിനാൽ അതിന്റെ 25% സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ്. ഈ വാദം ഒരു പുതിയ നിയമയുദ്ധത്തിന് തുടക്കമിട്ടു. മെൽ ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം വേദനാജനകമായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് മകന്റെ ജീവൻ ബലി നൽകി കണ്ടെത്തിയ നിധിയിൽ നിന്നൊരു പങ്ക് ഒരു സഹായവും ചെയ്യാത്ത സർക്കാർ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. ഞങ്ങൾ 16 വർഷം കടലിൽ തിരയുമ്പോൾ അവർ എവിടെയായിരുന്നു? ഒരു തുരുമ്പിച്ച ബോട്ടെങ്കിലും തന്ന് ഞങ്ങളെ അവർ സഹായിച്ചോ? അദ്ദേഹം രോഷത്തോടെ ചോദിച്ചു. കേസ് വീണ്ടും കോടതി കയറി. ഇത്തവണ വിഷയം അന്താരാഷ്ട്ര സമുദ്ര നിയമത്തിന്റെ സങ്കീർണമായ വഴികളിലൂടെ സഞ്ചരിച്ചു. കീഴ്ക്കോടതിയിൽ ഫിഷറിന് അനുകൂലമായി വിധി വന്നെങ്കിലും സംസ്ഥാനം അപ്പീൽ നൽകി. ഒടുവിൽ കേസ് US സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. 1982 വിധിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വിഷയം അവകാശത്തെക്കുറിച്ചായിരുന്നു. സുപ്രീം കോടതി വിശദമായ വാദം കേട്ടു. മെൽ ഫിഷറിന്റെ അഭിഭാഷകൻ ഡേവിഡ് പോൾ ഹോറൻ ശക്തമായി വാദിച്ചു. മെൽ ഫിഷർ ഒരു കള്ളനായിരുന്നില്ല, അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു. നഷ്ടപ്പെട്ട ചരിത്രത്തെയാണ് അദ്ദേഹം വീണ്ടെടുത്തത്. ഒരു വ്യക്തിയുടെ കഠിനാധ്വാനത്തെയും നഷ്ടങ്ങളെയും സർക്കാർ ചൂഷണം ചെയ്യുന്നത് നീതിയല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ഒടുവിൽ സുപ്രീം കോടതി ഏകഗണത്തിൽ വിധി പ്രഖ്യാപിച്ചു. ആ വിധി ലോകമെമ്പാടുമുള്ള നിധിവേട്ടക്കാർക്കും സാഹസികർക്കും ഒരു വഴികാട്ടിയായി മാറി. കോടതി പറഞ്ഞു, കണ്ടെത്തുന്നവൻ അവകാശപ്പെട്ടതാണ് എന്ന പുരാതനമായ നിയമതത്വം ഇവിടെ പ്രസക്തമാണ്. മെൽ ഫിഷറും അദ്ദേഹത്തിന്റെ കമ്പനിയായ ട്രഷർ സാൽവേസുമാണ് ഈ നിധിയുടെ പൂർണ്ണ അവകാശികൾ. ഫ്ലോറിഡ സംസ്ഥാനത്തിന് അതിലൊരു അവകാശവുമില്ല. അതായിരുന്നു മെൽ ഫിഷറിന്റെ അവസാനത്തെയും ഏറ്റവും വലിയ വിജയവും. കടലിനോടും കാലത്തോടും സർക്കാരിനോടും പോരാടി അദ്ദേഹം ജയിച്ചു. വിജയത്തിന് ശേഷം മെൽ ഫിഷർ അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു. ഈ ദൗത്യത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ച് പണം മുടക്കിയ 100 കണക്കിന് നിക്ഷേപകർക്ക് അവരുടെ മുതൽ മുടക്കിനനുസരിച്ച് നിധിയുടെ ഒരു പങ്ക് നൽകി. 16 വർഷം കൂടെ നിന്ന ജീവനക്കാർക്ക് അവരുടെ വിഹിതം നൽകി. പലരും ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായി. ഒരു കാലത്ത് മെൽ ഫിഷറിനെ കിറുക്കൻ എന്ന് വിളിച്ചവർ അദ്ദേഹത്തെ ഒരു നായകനായി വാഴ്ത്തി. എന്നാൽ മെൽ ഫിഷറിന്റെ ഏറ്റവും വലിയ സ്വപ്നം പണമായിരുന്നില്ല, താൻ കണ്ടെത്തിയ ചരിത്രം ലോകവുമായി പങ്കുവയ്ക്കുക എന്നതായിരുന്നു. അതിനായി അദ്ദേഹം ഫ്ലോറിഡയിലെ കീ വെസ്റ്റിൽ മെൽ ഫിഷർ മാരിടൈം മ്യൂസിയം അഥവാ മെൽ ഫിഷർ മാരിടൈം മ്യൂസിയം എന്ന സ്ഥാപനം സ്ഥാപിച്ചു. കണ്ടെത്തിയ നിധികളിൽ ഏറ്റവും മികച്ചതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു വലിയ ശേഖരം അദ്ദേഹം ആ മ്യൂസിയത്തിന് സംഭാവന ചെയ്തു. ഇന്ന് ആ മ്യൂസിയം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. അവിടെ സന്ദർശിക്കുന്ന ഒരാൾക്ക് വെറും സ്വർണവും വെള്ളിയുമല്ല കാണാൻ കഴിയുന്നത്. കൈകൊണ്ട് നിർമ്മിച്ച രൂപഭംഗിയില്ലാത്ത കോബ് നാണയങ്ങൾ കാണുമ്പോൾ 17-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു യാത്രക്കാരന്റെ പേരുകൊത്തിയ വെള്ളിപ്പാത്രം കാണുമ്പോൾ ആ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ഒരു ജീവിതത്തെ ഓർക്കാം. നീളമേറിയ ഒരു സ്വർണ്ണച്ചങ്ങല, അത്തവണ അത് പണമായും ആഭരണമായും എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. കൊളംബിയൻ മരതകങ്ങൾ യൂറോപ്പും പുതിയ ലോകവും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളുടെയും ചൂഷണത്തിന്റെയും കഥ പറയുന്നു. കപ്പലിന്റെ ഒടിഞ്ഞ തടിക്കഷ്ണം ആ ഭീകരമായ കൊടുങ്കാറ്റിന്റെ ശക്തിയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മെൽ ഫിഷർ 1998 തന്റെ 76-ാം വയസ്സിൽ അന്തരിച്ചു. എന്നാൽ അദ്ദേഹം തുടങ്ങിവെച്ച ദൗത്യം അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ മക്കൾ ഇന്ന് അറ്റോച്ചയുടെ ചിതറിപ്പോയ ഭാഗങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു. കപ്പലിന്റെ പിന്നാങ്കുറത്തുള്ള സ്റ്റെയിൻ കാസ്റ്റിൽ ഉൾപ്പെടെ ഇനിയും കണ്ടെത്താൻ ഒരുപാട് ബാക്കിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അവിടെയായിരിക്കാം യാത്രക്കാരായിരുന്ന പ്രഭുക്കന്മാരുടെ സ്വകാര്യ നിധിശേഖരങ്ങളും പള്ളിയുടെ അമൂല്യ വസ്തുക്കളും ഉണ്ടായിരുന്നത്. അറ്റോച്ചിയുടെ കഥ ഇന്ന് പല തലങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്നു. ഒരു സാഹസികതയുടെ പ്രതീകം. മെൽ ഫിഷറിന്റെ കഥ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും തോൽക്കാൻ തയ്യാറാവാത്ത മനോഭാവത്തിന്റെയും സ്വപ്നങ്ങളെ പിന്തുടരുന്നതിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ടുഡേ ഈസ് ദ ഡേ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു തലമുറയ്ക്ക് തന്നെ പ്രചോദനമായി. ഒരു ചരിത്രപരമായ പാഠം. അറ്റോച്ച സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ പ്രൗഢിയുടെയും അതിന്റെ കൊളോണിയൽ വ്യവസ്ഥയുടെ ക്രൂരതയുടെയും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്നതിന്റെ ഒരു നേർസാക്ഷ്യമാണ്. അതൊരു സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് പുതിയ ലോകത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിലനിന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പുരാവസ്തു വിസ്മയം. അറ്റോച്ചയുടെ കണ്ടെത്തൽ കടലിനടിയിലെ പുരാവസ്തു ഗവേഷണ രംഗത്ത് ഒരു പുതിയ അധ്യായം തുറന്നു. നഷ്ടപ്പെട്ട കപ്പലുകളെ എങ്ങനെ കണ്ടെത്താം, അവയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ലോകത്തിന് പുതിയ അറിവുകൾ നൽകി. ഒരു മുന്നറിയിപ്പ്. പ്രകൃതിയുടെ ശക്തിയെ കുറച്ചു കാണരുത് എന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് അറ്റോച്ചയുടെ കഥ. സാങ്കേതിക വിദ്യയുടെ പരമോന്നതിയിൽ നിൽക്കുന്നു എന്ന് അഹങ്കരിച്ച ഒരു കപ്പലാണ് ഒരു കൊടുങ്കാറ്റിൽ തകർന്നുപോയത്. അവസാനമായി അറ്റോച്ചയുടെ കഥ വെറും ഒരു നിധിയുടെ കഥയല്ല, അത് പലതരം മനുഷ്യരുടെ കഥയാണ്. പെറുവിലെ ഖനികളിൽ മരിച്ചു വീണ അടിമകളുടെ കഥ, ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കൊതിച്ച യാത്രക്കാരുടെ കഥ, ഒരു കൊടുങ്കാറ്റിൽ എല്ലാം നഷ്ടപ്പെട്ട നാവികരുടെ കഥ, 16 വർഷം ഒരു സ്വപ്നത്തിന് പിന്നാലെ അലഞ്ഞ മെൽ ഫിഷറിന്റെ കഥ, ആ സ്വപ്നത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ഡർക്ക് ഫിഷറിന്റെ കഥ. ഈ കഥകളെല്ലാം ചേരുമ്പോഴാണ് അറ്റോച്ച പൂർണ്ണമാവുന്നത്. സ്വർണത്തിന്റെ തിളക്കത്തിനും വെള്ളിയുടെ പ്രകാശത്തിനുമപ്പുറം മനുഷ്യന്റെ വികാരങ്ങളുടെയും സ്വപ്നങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഈട് നിൽക്കുന്ന കഥയായി അറ്റോച്ച ഇന്നും നിലനിൽക്കുന്നു. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ചരിത്രം വീണ്ടെടുത്ത ഒരു ഐതിഹാസികമായ